शांति ओम शांति। ओम शांति। രണ്ട് 1:90 അവ്യക്ത ബാബ്ദാദ. അവ്യക്ത മുരളിയാണ്. 2:1:90 മുരളിയാണ്. റിവൈസ് ചെയ്തിരിക്കുന്നത് 30:1:22. സാരേ ജ്ഞാനിക്കാ സാർ സ്മൃതി. ഈ ജ്ഞാനത്തിന്റെ മുഴുവൻ സാരം സ്മൃതി എന്ന് ബാബ സ്മൃതിയുടെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. 4 വിഷയങ്ങളും എങ്ങനെ സ്മൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ബാബ ഇന്ന് വിശദമാക്കുന്നത്. അപ്പൊ അവ്യക്തവാണി ആയതുകൊണ്ട് നമ്മള് അവ്യക്ത സ്ഥിതിയിലെ നമ്മളത് കേൾക്കുക. കഴിഞ്ഞാൽ അവ്യക്ത സ്ഥിതിയിൽ ഇരുന്ന് ബാബ്ദാദ ഉച്ചരിക്കുന്ന മഹാവാക്യം. ആജ് സമർത്ഥ ബാബ് अपने चारों ओर के सर्व समर्थ बच्चों को देख रहे. ഇന്ന് സമർത്ഥനായ ബാബ 4 ഭാഗത്തുമുള്ള തന്റെ സമർത്ഥരായ എല്ലാ കുട്ടികളെയും നോക്കുകയായിരുന്നു. ഇന്ന് സമർത്ഥനായ ബാബ, അതായത് നമ്മുടെ മനസ്സിനെ ഈ വ്യക്ത മായാലോകത്തിന്റെ എല്ലാ പിടിയിൽ നിന്നും വലയിൽ നിന്നും മോചിപ്പിക്കാൻ സമർത്ഥനായ ബാബ തന്റെ സമർത്ഥരായ കുട്ടികളെ നോക്കുകയായിരുന്നു. ഹരേക്ക് സമർത്ഥ ബച്ച അപ്പനി സമർത്ഥി പ്രമാൺ ആകെ ബഡ്രേ. ഓരോ സമർത്ഥനായ കുട്ടിയും തന്റെ ആ സാമർത്ഥ്യ പ്രമാണം, തന്റെ സമർത്ഥത പ്രമാണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമർത്ഥ ജീവൻ അർത്ഥാത് സുഖമയ ശ്രേഷ്ഠ സഫലത സമ്പന്ന അലൗകിക ജീവൻ കാ ആധാർ ക്യാ. അപ്പൊ ഈ സമർത്ഥ ജീവിതം എന്താണെന്ന് ബാബ പറയാണ്. സുഖമയ ശ്രേഷ്ഠ സഫലതാ സമ്പന്ന അലൗകിക ജീവിതം. അപ്പൊ ഒരു സമർത്ഥനായ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കും? സുഖമയമായിരിക്കും, സഫലതാ സമ്പന്നമായിരിക്കും, അലൗകികമായിരിക്കും. അപ്പൊ ബാബയ്ക്കാണ് ഇങ്ങനെയുള്ള ജീവിതത്തിന്റെ ആധാരം എന്ത്? അപ്പൊ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ സാമർഥ്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ദുഃഖസ്പർശമില്ലാത്ത ഒരു ജീവിതം. അത് എവിടെയാണ്? ദുഃഖത്തിന്റെ ലോകത്ത്. ദുഃഖങ്ങൾ അതിന്റെ പാരമ്യതയിൽ എത്തുന്ന സമയത്താണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഈ ദുഃഖത്തിന്റെ ലോകത്ത് യാതൊരുവിധ ദുഃഖസ്പർശമില്ലാതെ സുഖമയമായ, നമുക്കറിയാം എല്ലാ കാര്യത്തിലും എല്ലാവരും അസഫലത അനുഭവിക്കുകയാണ്, നഷ്ടങ്ങൾ അനുഭവിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഫലതാ സമ്പന്നമായ അലൗകിക ജീവിതം. ഇന്ന് ഒരു ആശ്രമങ്ങളിലും അലൗകികമായ ഒരു ജീവിതമില്ല.
പക്ഷെ ബാബ നമുക്ക് അലൗകികമായ ജീവിതമാണ് തരുന്നത്. അപ്പൊ ഇതിനെല്ലാം വേണ്ട എന്താണ്? സമർത്ഥതയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ ആധാരം എന്താന്ന് ബാബ ചോദിക്കാം. ആധാർ ഹേ ഏക ശബ്ദ സ്മൃതി. ഇതിന്റെ എല്ലാം ആധാരം ഒന്നാണ്, ഒരേ ഒരു വാക്കാണ് സ്മൃതി. വൈസേ ഭി സാരേ ഡ്രാമ കാ ഖേൽ ഐ ഹി വിസ്മൃതി അവർ സ്മൃതി. ബാബ പറയാണ്, ഈ ഡ്രാമയുടെ ഈ കളിയുടെ മുഴുവൻ കളി എന്താണ്? സ്മൃതിയുടെയും വിസ്മൃതിയുടെയും ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ കുറെ കാലം നമ്മൾ ആരാണെന്നുള്ള ബോധത്തിൽ ജീവിച്ചു, പിന്നെ ആരാണ് നമ്മൾ എന്നുള്ള കാര്യം മറന്നുപോയി, നമ്മൾ വിസ്മൃതിയിൽ ജീവിച്ചു. ആ വിസ്മൃതിയിൽ നടക്കുന്നതും കളി തന്നെയാണ് അല്ലെ? നമ്മൾ ബുദ്ധി മറഞ്ഞു പോയിട്ട് നമ്മൾ കാണിക്കുന്നതും ഒരു കളിയുടെ ഭാഗം തന്നെയാണ്. നമ്മൾ ആരാണെന്നുള്ള ബോധത്തിൽ ജീവിച്ചതും ഒരു കളിയുടെ ഭാഗം തന്നെ. ഈ സമയം സ്മൃതി കാ ഖേൽ ചൽ രഹാ ഹെ. ഈ സമയത്ത് സ്മൃതിയുടെ കളിയാണ്. ഇപ്പൊ നമുക്ക് വിസ്മൃതിയിൽ നിന്ന് സ്മൃതിയിലേക്ക് വരികയാണ്. ബാബ്ദാദാനെ ആപ് ബ്രാഹ്മൺ ആത്മാവും പരിവർത്തൻ കിസ് ആധാർ പർ കിയ. ബാബ്ദാദ കുട്ടികളെ, ബ്രാഹ്മണ ആത്മാക്കളെ എന്തിന്റെ ആധാരത്തിലാണ് പരിവർത്തനപ്പെടുത്തിയത്? സിർഫ് സ്മൃതി ദിലായിക്ക് ആപ് ആത്മാഹു നഖീഷെ. കേവലം നമുക്കൊരു സ്മൃതി നൽകി, നമ്മൾ ദേഹമാണ്. ഈ ഡ്രസ്സിന്റെ അഡ്രസ്സുകളില് നിറം, ദേശം, ജാതി, പണം, പദവി, ഇതിന്റെ എല്ലാം ആധാരത്തിലായിരുന്നു നമ്മുടെ ജീവിതം. അതിൽ നമുക്ക് ചിലപ്പോൾ അപകർഷതാബോധം, ചിലപ്പോൾ അഹങ്കാരം, അല്ല ഉത്കർഷതാബോധം ഇല്ല, അതിൽ അഹങ്കാരം അല്ലെങ്കിൽ അപകർഷതാബോധം. അപ്പൊ ഇങ്ങനെ മനസ്സിൽ പല ഏറ്റക്കുറച്ചിലുകളിൽ നമ്മൾ നടക്കുകയാണ്. അപ്പൊ അതിൽ ബാബ നമുക്കൊരു സ്മൃതി നൽകി, നമ്മൾ ഈ ദേഹമല്ല, നമ്മൾ ഈ ഡ്രസ്സല്ല, പകരം ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആത്മാവാണ്. ഈ സ്മൃതിനെ കിത്തന അലൗകിക പരിവർത്തൻ കർലിയ. അപ്പോൾ ഈ സ്മൃതി ഉറപ്പിക്കാനാണ് ബാബ പറഞ്ഞത്, ഞാൻ ദേഹമല്ല, ഞാൻ ആത്മാവാണ്. അപ്പോൾ ഇത് എത്രത്തോളം അലൗകിക പരിവർത്തനം കൊണ്ടുവന്നു. സബ് കുച്ച് ബദൽ ഗയാന. അതോടുകൂടി എല്ലാം മാറി, സർവസ്വവും മാറി. മാനവ ജീവൻ കി വിശേഷത ഐ ഹി സ്മൃതി. ഈ മാനവ ജീവിതത്തിന്റെ വിശേഷത എന്താണ്? സ്മൃതി തന്നെ. വേറെ ഒരു ജീവികൾക്കും സ്മൃതി ഇല്ല. ഇപ്പൊ നമുക്കറിയില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെ ഊഹിക്കാൻ പറ്റും. ഒരു പൂച്ചയ്ക്ക് ഞാനൊരു പൂച്ചയാണ് എന്നൊരു വിചാരം ഉണ്ടാവില്ല. ഞാനൊരു പൂച്ചയാണ്, അതൊരു പട്ടിയാണ്. പട്ടിയെ കാണുമ്പോൾ അതിനറിയാം അത് എന്നോട് ഇത്തിരി വിരുദ്ധഭാവത്തിൽ പെരുമാറുന്ന ഒരു ജീവിയാണെന്ന് അറിയാം. ഒരു എലിക്കറിയാം പൂച്ചയെ കാണുമ്പോൾ. പക്ഷെ ഞാനൊരു എലിയാണ്, അതൊരു പൂച്ചയാണ്, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും പൊതുവെ അവർക്കില്ല. നമ്മളെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ധാരാളം സ്മൃതിയുടെയും വിസ്മൃതിയുടെയും കളികളാണ്. ബീജ് ഹേ സ്മൃതി, ജിസ് ബീജ് സെ വൃത്തി ദൃഷ്ടി കൃതി സാരി സ്ഥിതി ബദൽ ജാതി ഹെ, ഇസ്ലിയെ ഗായ ജാതാ ഹെ, ജൈസി സ്മൃതി വൈസി സ്ഥിതി. ബീജ സ്മൃതിയാണ്. ബാബ പറയുന്നു, ഈ ബീജത്തിനനുസരിച്ച് വൃത്തി, നമ്മുടെ മനസ്സിന്റെ ചിന്തകള്, നമ്മുടെ ദൃഷ്ടി, നമ്മുടെ കൃതി, നമ്മുടെ കർമ്മങ്ങൾ, അതേപോലെ നമ്മുടെ സ്ഥിതി എല്ലാം മാറും. അതുകൊണ്ടാണ് പറയുന്നത് സ്മൃതിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ സ്ഥിതി. ബാബാനെ ഫൗണ്ടേഷൻ സ്മൃതി കോ ഹി പരിവർത്തൻ കിയ. ബാബ പരിവർത്തനത്തിന്റെ അടിത്തറ സ്മൃതിയിലൂടെ തന്നെയാണ് ചെയ്തത്. ജബ് ഫൗണ്ടേഷൻ ശ്രേഷ്ഠ ഹുവാ തോ സ്വതഹി പൂരി ജീവൻ ശ്രേഷ്ഠ ഹോ ഗയി. ഈ അടിത്തറ ശ്രേഷ്ഠമാണെങ്കിൽ സ്വാഭാവികമായി തന്നെ ജീവിതം മുഴുവൻ ശ്രേഷ്ഠമായിരിക്കും. കിതനി छोटी सी बात का परिवर्तन किया कि तुम शरीर नहीं आत्मा हो. इस परिवर्तन होते ही आत्मा मास्टर सर्वशक्तिमान होने के कारण സ്മൃതി ആത്തെ ഹി സമർത്ഥ തന്നെ. കേവലം ഒരു ചെറിയ മാറ്റമാണ് കൊണ്ടുവന്നത്, ഒരു ചെറിയൊരു പടിക്ക് മാറ്റം. എത്ര കാലത്ത് ഇരുട്ടാണെങ്കിലും ഒരു ടോർച്ച് തെളിച്ചാൽ അവിടെ വെളിച്ചമായി. അപ്പോൾ കയറിയിരിക്കുന്നു. അപ്പോൾ എത്ര കാലത്ത് ഇരുട്ടിലാണ് നമ്മൾ ജീവിച്ചത്? വിസ്മൃതിയിലാണ്, ദേഹബോധത്തിന്റെ. പക്ഷെ കേവലം ബാബ ഒരു സ്മൃതി നൽകി, നമ്മൾ ദേഹമല്ല, നമ്മൾ ആത്മാവാണ്. ദേഹബോധത്തിൽ മരണഭയം, ദേഹബോധത്തിലാണ് മോഹങ്ങൾ, ദേഹബോധത്തിലാണ് എല്ലാവിധത്തിലുള്ള ഭയം. ബാബ അത് മാറ്റി, നമ്മള് ആത്മാവാണ്, മാസ്റ്റർ സർവശക്തിമാനായി. അപ്പോൾ ബാബ പറഞ്ഞു, എത്ര സമർത്ഥത ജീവിതത്തിൽ വന്നു. അപ്പൊ യഹ് സമർത്ഥ ജീവൻ കിതന പ്യാരാ ലഗത്താ. ഇപ്പോൾ ഈ സമർത്ഥ ജീവിതം നമുക്ക് എത്രയോ പ്രിയപ്പെട്ടതാണ്. സ്വയം ബി സ്മൃതി സ്വരൂപ ബനെ അവരും കോ ബി യഹി സ്മൃതി ദിലാക്കർ ക്യാ സെ ക്യാ ബനാ ദേത്തെ. നമ്മൾ സ്വയം സ്മൃതി സ്വരൂപരായി മാറി മറ്റുള്ളവർക്കും ബാബ പറയാണ് എത്രയോ സ്മൃതി, ഈ സ്മൃതി കൊടുത്ത് അവരെയും നമ്മൾ എത്രയോ പരിവർത്തനപ്പെടുത്താണ്. ഈ സ്മൃതിസെ സംസാർ ഹി ബദലിയ. ഈ സ്മൃതിയിലൂടെ നമ്മുടെ സംസാരം, നമ്മുടെ ലോകം, നമ്മുടെ ജീവിതമേ മാറി. ഏത് ഈശ്വരീയ സംസാർ കിതനാ പ്യാരായി. ഇപ്പൊ നമ്മൾ ബ്രാഹ്മണരായി മാറി. സ്മൃതി മാറിയപ്പോൾ നമ്മുടെ
പരിവാരം മാറി. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണ പരിവാരം. ബാബ പറഞ്ഞത് എത്രയോ പ്രിയപ്പെട്ടതാണ്. ചാഹെ സേവ അർത്ഥ സംസാരി ആത്മാവം കെ സാത്ത് രഹത്തെ ഹോ ലേക്കിൻ മൻ സദാ അലൗകിക സംസാരമേ രഹത്താൽ. സേവനത്തിന് വേണ്ടി നമ്മൾ ഇഹലോകത്തിലെ ആത്മാക്കളുടെ കൂടെ ആയിരിക്കും കഴിയുന്നത്. പക്ഷേ നമ്മുടെ സംസാരം അലൗകിക സംസാരമായി മാറിക്കഴിഞ്ഞു. അല്ലെ, ബ്രാഹ്മണ സംസാരം എന്ന് പറയുമ്പോൾ അലൗകികം. ഈ അലൗകികത്തിൽ നമ്മൾ ലൗകികം കൊണ്ടുവരാതിരുന്നാൽ ഇസ്കോ ഹി കഹാ ജാതാ ഹെ സ്മൃതി സ്വരൂപം. ഇതിനെയാണ് പറയുന്നത് സ്മൃതി സ്വരൂപം. കൊയ് ബി പരിസ്ഥിതി ആ ജായി ലേക്കിൻ സ്മൃതി സ്വരൂപ ആത്മ സമർത്ഥ ഹോനെ കാരൻ പരിസ്ഥിതി കോ ക്യാ സമझते. ബാബ പറയാണ്, ഏത് തരത്തിലുള്ള പരിസ്ഥിതികൾ വന്നാലും സ്മൃതി സ്വരൂപ ആത്മാവ് സമർത്ഥനായത് കാരണം പരിസ്ഥിതി എന്തായി മാറും? യഹത്തോ ഖേൽഹി, ഒരു കളിയായിട്ട് മാറും. അല്ലെ, നമ്മൾ മാസ്റ്റർ സർവശക്തിമാനാണ്, നമ്മുടെ കൂടെ ബാബയുണ്ട്. നമുക്ക് ബാബ കൽപ്പകൽപ്പങ്ങളുടെ സ്മൃതി തന്നിട്ടുണ്ട്. നമുക്ക് ബാബ നാടകത്തെ കുറിച്ചുള്ള അറിവ് സ്മൃതി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കൽപ്പകൽപ്പങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. ഇതിലെല്ലാത്തിലും നമ്മുടെ ഒരു നന്മയുണ്ട്. സംഗമയുഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? സ്വയം സർവശക്തിമാനായ ബാബ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ബാബ പറയാണ്, ഈ സ്മൃതി അല്ലെങ്കിൽ ഈ സ്ഥിതിയിൽ ഇരിക്കുകയാണെങ്കിൽ പരിസ്ഥിതി എന്താണ്? കേവലം ഒരു കളി മാത്രമാണ്. കബി കബരായേകി നഹി, ഒരിക്കലും നമ്മൾ പരിഭ്രമിക്കില്ല. അപ്പൊ പരിഭ്രമിക്കില്ല, ഒരു പ്രശ്നത്തിൽ പരിഭ്രമിക്കില്ല എന്ന് വരുമ്പോൾ നമ്മൾ സമർത്ഥരാണ്. ബൽ കിതനി ഭി ബഡി പരിസ്ഥിതി ഹോ ലേക്കിൻ സമർത്ഥ ആത്മാ കെ ലിയെ मंजिल पर पहुंचने के लिए यह सब रास्ते के साइड सीन अर्थात रास्ते के नसारे. എത്ര വലിയ പരിസ്ഥിതികളാണ്. എല്ലാവരും കുറെ പരിസ്ഥിതികൾ കാണാതെ ഒരു യാത്ര പോകാൻ പറ്റില്ല. അപ്പൊ ജീവിതമാകുന്ന ഈ യാത്രയിൽ നമ്മൾ ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ, അതായത് മനസ്സിന്റെ പരിപക്വ അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ബാബ പറയുന്നു, ചെറുതും വലുതുമായ ധാരാളം സീനുകൾ കാണേണ്ടി വരും. അപ്പോൾ ബാബ പറയുന്നു, സീനുകൾ എന്ന് പറയുമ്പോൾ അതെല്ലാം വഴിയോര കാഴ്ചകളാണ്. സൈഡ് സീൻ തോ അച്ചി ലഗത്തി ഹി നാ, എപ്പോഴും ഈ സൈഡ് സീനുകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഖർച്ച കർക്കെ ഭി സൈഡ് സീൻ ദേഖനെ ജാത്തെ, ആളുകൾ പൈസ ചെലവഴിച്ചിട്ടാണ് സൈഡ് സീൻ കാണാൻ പോകുന്നത്. യഹം ഭി ആജ്കൽ ആബു ദർശൻ കർണേ ജാത്തെ ഹോ നാ, ഇവിടെയും ഇക്കാലത്ത് എല്ലാവരും ആബു ദർശനത്തിന് പോകാറുണ്ടല്ലോ. അഗർ രാസ്തേ മേ സൈഡ് സീൻ ന ഹോ തോ രാസ്ത അച്ഛാ ലഗെ, ഈ യാത്ര പോകുമ്പോൾ യാതൊരു സൈഡ് സീനുകളും ഇല്ലെങ്കിൽ ആ യാത്ര നമുക്ക് ഇഷ്ടപ്പെടുമോ? ബോർ ഹോ ജായെങ്കിൽ, ബോറടിക്കും. ऐसे स्मृति स्वरूप समर्थ स्वरूप आत्मा के लिए परिस्थिति कहो, पेपर कहो, विघ्न कहो, प्रॉब्लम कहो, सब साइड से. അപ്രകാരം ബാബ പറയാണ്, സ്മൃതി സ്വരൂപ സമർത്ഥ സ്വരൂപ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം പരിതസ്ഥിതി എന്ന് പറയൂ, പരീക്ഷ എന്ന് പറയൂ, വിഘ്നങ്ങൾ എന്ന് പറയൂ, പ്രശ്നങ്ങൾ എന്ന് പറയൂ, എല്ലാം സൈഡ് സീനുകളാണ്. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്നത്. കാരണം കലി എന്ന് പറഞ്ഞാൽ കലഹയുഗമാണ്. ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ്. അല്ലെ, ആണവ ഭീഷണിയുണ്ട്, തീവ്രവാദ ഭീഷണിയുണ്ട്, മതകലാപങ്ങളുണ്ട്, എല്ലാ വിധത്തിലുള്ള കാലാവസ്ഥ വ്യതിയാനം നടക്കുന്നു. എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് ഈ ലോകം നിൽക്കുന്നത്? ആരോട് ചോദിച്ചാലും പറയും ലോകം ഒരിക്കലും നന്നാകാൻ പോകില്ല, ലോകം പടുകുഴിയിലേക്ക് പോകാം. എല്ലാ വ്യക്തികൾക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ സമഷ്ടി പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മുടെ വ്യക്തി പ്രശ്നങ്ങൾ നമുക്ക് നിസ്സാരമായിരിക്കും. ആ പ്രശ്നങ്ങളെയും ലഘൂകരിക്കാൻ വേണ്ടി ബാബ നമുക്ക് ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഒന്ന്, ബാബ നമ്മുടെ കൂടെയുണ്ട്. രണ്ട്, നമ്മൾ അനശ്വര ആത്മാക്കളാണ്, മരണത്തിലെ മരിക്കത്തില്ല, ദേഹമേ മരിക്കുകയുള്ളൂ. മൂന്ന്, ഇത് എത്രയോ കൽപ്പങ്ങൾ നടന്ന കാര്യങ്ങളാണ്. അപ്പൊ ബാബ പറയുന്നു, ഈ അറിവിന്റെ സമർത്ഥത, ജ്ഞാനത്തിന്റെ സമർത്ഥത ഉണ്ടെങ്കിൽ എത്ര വലിയ പരിതസ്ഥിതിയോ പരീക്ഷയോ വിഘ്നങ്ങളോ പ്രോബ്ലങ്ങളോ എല്ലാം നമുക്ക് സൈഡ് സീനായി, ഇത് കടന്നേ നമുക്ക് പോകാൻ പറ്റും. സ്മൃതി സ്മേഹിത്തോ യഹ് മഞ്ചിൽ കെ സൈഡ് സീൻ അൻഗിനത്ത് പാർക്കിഹി, സ്മൃതിയിലുണ്ട് ഈ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഈ ദൃശ്യങ്ങളെല്ലാം എത്രയോ പ്രാവശ്യം നമ്മൾ കടന്നതാണ്. നത്തിങ് ന്യൂ ഇസ്കാ ബി ഫൗണ്ടേഷൻ ക്യാ ഹുവാ, സ്മൃതി. അപ്പൊ എന്ത് വന്നാലും നമ്മൾ എന്ത് പറയും? നത്തിങ്. ഈ ലോകം മാറുമോ? ആളുകൾ പറയും ലോകം മാറും, നമ്മൾ പറയും ലോകം മാറും. എന്തുകൊണ്ടാണ്? നമുക്ക് ബാബ ജ്ഞാനത്തിന്റെ സ്മൃതി നൽകിയിട്ടുണ്ട്. എത്രയോ കൽപ്പങ്ങളിൽ ഈ കലിയുഗം മാറി സത്യയുഗം പറഞ്ഞു. കർക്കിടകം മാറി ചിങ്ങമാസം വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ കലിയുഗം മാറി സത്യയുഗം വരുമെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു നിശ്ചയമില്ല. ബാബ പറയാണ്, എത്രയോ കൽപ്പങ്ങളിൽ ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ എന്ത് വന്നാലും നമ്മളൊരു മന്ത്രം ഉപയോഗിക്കാറുണ്ട്, നത്തിങ് ന്യൂ. ബാബർ അതിന്റെ ആധാരം എന്താണ്? സ്മൃതി. അഗർ യഹ് സ്മൃതി ഭൂൽ ജാതി അർത്ഥാത് ഫൗണ്ടേഷൻ ഹിലാത്തോ ജീവൻ കി പൂരി ബിൽഡിംഗ് ഹിൽനെ ലഗത്തെ. അഥവാ ഈ സ്മൃതി നമ്മൾ മറക്കുകയാണെങ്കിൽ, അതായത് അടിത്തറ ഇളകാണെങ്കിൽ ജീവിതമാകുന്ന ബിൽഡിംഗ് മുഴുവൻ ഇളകും. അതുകൊണ്ട് അടിത്തറ നമുക്ക് ഉറപ്പിക്കണം. അടിത്തറ എന്താണ്? ഇത് കൽപ്പകൽപ്പങ്ങളുടെ നാട്. ഈ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണ്, നമുക്കൊന്നും നമ്മളുണ്ടാക്കിയത്, നമ്മുടെ കർമ്മത്തിന്റെ കണക്ക്. ബാബ പറഞ്ഞു, അത് ചെറിയ മനസ്സാണ്. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ തെറ്റായ കർമ്മങ്ങളും
ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അനാദിയായ ഡ്രാമയുടെ ഭാഗമായി വന്നുകൂടുന്നതാണ്. ഇതൊന്നും ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. സ്ക്രിപ്റ്റിൽ ഇങ്ങനെയുണ്ട്, ബാബ പറഞ്ഞത് വരാതിരിക്കട്ടെ, അതുകൊണ്ട് അത് ഞാൻ ഉണ്ടാക്കിയ പ്രോബ്ലമാണ്, എന്റെ കർമ്മക്കണക്കാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടേ വരും. ഇതെല്ലാം ഡ്രാമയാണ്, ഡ്രാമയിലെ സീനുകളാണ്. നമ്മളിത് കൽപ്പകൽപ്പങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് എന്ന് വിചാരിച്ച് കടന്നു പോകുമ്പോൾ ബാബ പറയാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ജീവിതമാകുന്ന ബിൽഡിംഗ് ഇളകാൻ തുടങ്ങും. ആപത്തോ അജൽ ഹേന, ബാബയ്ക്കാണ് നിങ്ങളെല്ലാം അജഞ്ചലരല്ലേ. സാരി പഠായിക്ക് ചാരോം സബ്ജക്റ്റ് കാ ആധാർ ബി സ്മൃതി. ഈ പഠിത്തത്തിന്റെ 4 വിഷയങ്ങളുടെയും ആധാരം സ്മൃതിയാണ്. സബ്സെ മുഖ്യ സബ്ജക്റ്റ് ഹേ യാദ്. ബാബയുടെ നമ്മുടെ ജ്ഞാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ടഫായ വിഷയം എന്താണ്? യോഗം തന്നെയാണ്, ഓർമ്മ. ബാബയെ ഓർമ്മിക്കാനാണ് ബുദ്ധിമുട്ട്. യാദ് അർത്ഥാത് സ്മൃതി മേം കോൻ ബാബ. ബാബ പറഞ്ഞു ഓർമ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്മൃതിയാണ്. ഞാൻ ആരാണ്, ഞാൻ ആരുടെയാണ്, ഞാൻ എവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ആ വീട്ടിലേക്ക് ആ അച്ഛൻ്റെ അടുത്തേക്ക് ആര് പോകണം? ദേഹം പോവില്ല, ആത്മാവ് പോകും. ഇത് സ്മൃതിയാണ്. ദൂസരി സബ്ജക്റ്റ് ഹേ ജ്ഞാൻ. രണ്ടാമത്തെ വിഷയം എന്താണ്? ജ്ഞാനം. രചയിത അവിടെ രചനാക്കാൻ ഞാൻ വരും. രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനമാണ് ബാബ തന്നത്. ഉസ്കാ ഭി ഫൗണ്ടേഷൻ സ്മൃതി ദിലായിക്ക് അനാദി ക്യാഹു അവർ ആദി ക്യാഹു അവർ വർത്തമാന സമയ ക്യാഹു ബ്രാഹ്മൺ സ്വപരിസ്ഥ. അതിന്റെ ആധാരവും സ്മൃതി തന്നെയാണ്. നമ്മൾ അനാദി ദേശത്തിൽ ആരായിരുന്നു, ആദ്യ കാലത്ത് നമ്മൾ ആരായിരുന്നു, പിന്നെ നമ്മൾ എങ്ങനെ ചക്രം കറങ്ങി, ഇപ്പോൾ നമ്മൾ ആരാണ്, നമ്മളിപ്പോൾ ആരിൽ നിന്നും ആരായി മാറും. ബാബ പറയുന്നു ഇതെല്ലാം സ്മൃതികളാണ്. ഫരിസ്താസോ ദേവത അവർക്ക് കിട്ടനി സ്മൃതി ഹം ദിലായി ഹേ തോ ജ്ഞാൻ കി സ്മൃതി ഹുയി ന. ഫരിസ്തയിൽ നമ്മൾ നാളെ ആരാകും? ബാബ ദേവതയാകും. ഇതെല്ലാം സ്മൃതികളാണ്. തീസരി സബ്ജക്റ്റ് ഹേ ദിവ്യഗുണം. ഇനി മൂന്നാമത്തെ വിഷയം എന്താണ്? ദിവ്യഗുണങ്ങൾ ധാരണ ചെയ്യണം. ദിവ്യഗുണം കി ബി സ്മൃതി ദിലായിക്ക് ആപ് ബ്രാഹ്മണം കെ യഹ് ഗുണ. അവിടെയും ബാബ സ്മൃതി നൽകി. നമുക്ക് ദേഷ്യം വന്നു, അപ്പൊ നമുക്കൊരു സ്മൃതി കിട്ടി, അല്ല എന്റെ സ്വധർമ്മം ശാന്തിയാണ്. അപ്പൊ അവിടെ ബാബ പറയണം എല്ലാ ദിവ്യഗുണങ്ങളുടെയും ആധാരം സ്മൃതി തന്നെയാണ്. ഗുണം കി ലിസ്റ്റ് ബി സ്മൃതി മേ രഹത്തി തബ് സമയ പ്രമാൺ ഉസ് ഗുണം കോ കാര്യമേം കർമ്മമേം ലഗാത്തെ ഹോ. ഗുണങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ സ്മൃതിയിലുണ്ട്, അല്ലെ? നമുക്ക് ദേഷ്യം പാടില്ല, എന്തുകൊണ്ടാണ്? നമുക്ക് സ്മൃതി നൽകി. ശാന്തിയാണ് സ്വധർമ്മം. വെറുപ്പ് പാടില്ല, എന്തുകൊണ്ടാണ്? സ്നേഹമാണ് ആത്മാവിന്റെ സ്വധർമ്മം. അപ്പൊ ബാബ പറയാണോ ഇങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും ലിസ്റ്റ് സ്മൃതിയിലുണ്ട്, അതുകൊണ്ട് സമയം വരുമ്പോൾ അത് നമ്മൾ കാര്യത്തിൽ ഉപയോഗിക്കുന്നു, കർമ്മത്തിൽ കൊണ്ടുവരുന്നു. അപ്പൊ ഈ സമയം സ്മൃതി കം ഹോനേസേക്കാ റിസൾട്ട്. ചില സമയത്ത് നമ്മുടെ സ്മൃതിക്ക് ഇതിന് കുറവ് വരും, അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും? സമയ പർ ഗുൺ യൂസ് നഹിം കർ സക്തേ. നമുക്ക് ആ സമയത്ത് ഓർമ്മ വരുന്നില്ല, എന്താണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, സഹിക്കാണോ വേണ്ടത്, ക്ഷമിക്കാണോ വേണ്ടത്, അത് തിരിച്ചടിക്കാണോ വേണ്ടത്, സ്മൃതി കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് ബാബ പറയാണ് ആ ഗുണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. जब समय बीत जाता फिर स्मृति में आता है कि यही नहीं करना चाहता था लेकिन हो गया आगे ऐसा नहीं करेंगे. സമയം കഴിയുമ്പോൾ നമുക്ക് സ്മൃതി വരും, ഇതോ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ ബാബ പറയണു പക്ഷെ സംഭവിച്ചു പോയി, ഇനി ഭാവിയിൽ ചെയ്യില്ല. तो दिव्य गुणों को भी कर्म में लाने के लिए समय पर स्मृति चाहिए. അതുകൊണ്ട് ആത്മീയമായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണമെങ്കിൽ സമയത്ത് സ്മൃതി വരണം. അഭി ഐസെ അപ്നെ പർ ഭി ഹം ഹസ്തേ ഹോ ന. ബാബറിനും പലപ്പോഴും നമ്മൾ നമ്മളിൽ തന്നെ ചിരിക്കാറുണ്ട്. വൈസെ ഭി കൊയ് ബാത് വാ കൊയ് ചീസ് സമയ പർ ഭൂൽ ജാതി തോ ഉസ് സമയ ക്യാ ഹാലത്ത് ഹോത്തി. ബാബ പറയണു ഏതെങ്കിലും കാര്യം, ഏതെങ്കിലും സാധനം നമ്മൾ സമയത്ത് മറന്നു പോകാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ചീസ് ഹൈ ബി ലേക്കിൻ സമയ പർ യാദ് നഹീം ആതി തോ ഘബരാത്തെ ഹോ ന. സാധനമുണ്ട് പക്ഷെ സമയത്ത് കാണുന്നില്ല, അല്ലെ? നമ്മള് മൊബൈൽ നോക്കിയപ്പോ കാണുന്നില്ല, ആ സമയത്ത് അത്യാവശ്യമായിട്ട് സംസാരിക്കും, കാണുന്നില്ല. അപ്പൊ ആ സമയത്ത് നമ്മളൊന്ന് പരിഭ്രമിച്ചു, അല്ലെങ്കിൽ വണ്ടിയുടെ താക്കോല് കാണുന്നില്ല, ആ സമയത്ത് ഒരു പരിഭ്രമം വരും. ഐസെ യഹ് ബി സമയ പർ സ്മൃതി ന ഹോനെ കെ കാരൺ കഭി കഭി ഘബരാ ജാത. അതേപോലെ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ ഞാനിത് കൽപ്പകൽപ്പങ്ങളിൽ കടന്നു പോയിട്ടുണ്ട്, ഞാൻ ഈ ഗുണമാണ് ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത്, പരിഭ്രമിക്കരുത്, ഈശ്വരന്റെ ജ്ഞാനം ഉപയോഗിക്കണം. ബാബ പറഞ്ഞു പക്ഷെ ആ സമയത്ത് പരിഭ്രമിച്ചു പോകും. കാര്യം എന്താണ്? മറന്നു പോകും, സാധനം മറന്നു പോകും. तो दिव्य गुणम का आधार क्या हुआ? सदा स्मृति स्वरूप. അപ്പൊ ദിവ്യ ഗുണങ്ങളുടെ ആധാരം എന്താണ്? സദാ സ്മൃതി സ്വരൂപം. നിരന്തർ और नेचुरल दिव्य गुण सहज हर कर्म में कार्य में लगता रहेगा. ഈ സ്മൃതി നിരന്തരമാകുമ്പോൾ ബാബ പറഞ്ഞു നാച്ചുറൽ ആയിട്ട് നിരന്തരമായിട്ട് ദിവ്യ ഗുണങ്ങൾ സഹജമായിട്ട് ഓരോ കർമ്മത്തിലും ഓരോ കാര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചൗദി സബ്ജക്റ്റ് സേവ. ഇനി ബാബ പറഞ്ഞു നാലാമത്തെ വിഷയം എന്താണ്? സേവനമാണ്. इसमें भी अगर स्मृति स्वरूप नहीं बनते तो
मैं विश्व कल्याणकारी आत्मा निमित्त हूँ तो सेवा में सफलता नहीं पा सकती. അവിടെ നമ്മൾ സ്മൃതി സ്വരൂപരാകും. ഞാൻ വിശ്വ കല്യാണക്കാരി ആത്മാവാണ്. ഒരു സ്മൃതി ഉണ്ടാകും. ഒപ്പം തന്നെ എന്ത് സ്മൃതി ഉണ്ടാവണം? നമ്മൾ നിമിത്തം മാത്രമാണ്. എങ്കിൽ ബാബ പറയണം സഫലത തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. നമ്മൾ വിശ്വകല്യാണകാരി ആത്മാവാണ്, നമ്മൾ നിമിത്തമാണ്, ബാബ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ബാബ പറയണം ഈ സ്മൃതിയെല്ലാം ഉണ്ടെങ്കിൽ സഫലത ഉണ്ടാകും. സേവാ ദ്വാര കിസി ആത്മാക്കോ സ്മൃതി സ്വരൂപ നഹീം ബനാ സക്തേ. അല്ലെങ്കിൽ ബാബ പറയണു സേവനത്തിലൂടെ ഒരു ആത്മാവിനെ സ്മൃതി സ്വരൂപമാക്കാൻ നമുക്ക് സാധ്യമല്ല. സാത്ത് സാത്ത് സേവ ഹായ് ഹി സ്വയം ഹി അവർ ബാബയ്ക്ക് സ്മൃതി ദിലാണ്. അതേപോലെ തന്നെ സേവനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഓരോരുത്തർക്കും അവരാരാണ്, ഈശ്വരൻ ആരാണ്, ഈ സ്മൃതി കൊടുക്കുക. അത്രേ ഉള്ളൂ അല്ലെ? ദേഹബോധത്തിൽ വളരെയധികം പകച്ച് പരിഭ്രമിച്ചാണ് എല്ലാവരും വരുന്നത്. അവർക്ക് കേവലം ഒരു സ്മൃതി കൊടുക്കുന്നു. നമ്മളെല്ലാം ആത്മാക്കളാണ്. ഇതെല്ലാം ഒരു ഡ്രാമ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ ലോകത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച് നമ്മളെല്ലാം വീട്ടിൽ പോണ്ട സമയമായി. പരമാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ഈ സ്മൃതി കൊടുക്കുന്നത് തന്നെയാണ് സേവ. तो चार ही सब्जेक्ट का फाउंडेशन स्मृति हुआ ना. അപ്പോൾ ഈ 4 വിഷയങ്ങളുടെയും അടിത്തറ എന്താണ്? സ്മൃതി തന്നെയാണ്. सारे ज्ञान के सार का एक शब्द हुआ स्मृति. इसलिए बाप दादा ने पहले ही सुना दिया कि लास्ट पेपर का क्वेश्चन भी क्या आने वाला है. അപ്പൊ ഈ 4 വിഷയത്തിന്റെയും സാരം ഒരു ശബ്ദമാണ് സ്മൃതി. അതുകൊണ്ട് ബാബ നേരത്തെ ഘടിപ്പിച്ചിട്ടുണ്ട് അവസാന പരീക്ഷയിലും വരാൻ പോകുന്ന ചോദ്യം എന്തായിരിക്കും? ലംബ ചൗട പേപ്പർ നഹി ഹോന. അവസാന പരീക്ഷ വലിയ നീണ്ട പരീക്ഷ ചോദ്യമൊന്നുമില്ല. ഏക ഹി ക്വസ്റ്റ്യൻ കാ പേപ്പർ ഹോന ഹെ और एक ही സെക്കൻഡ് കാ പേപ്പർ. ഒരു ചോദ്യത്തിന്റെ പരീക്ഷയാണ്, അതും ഒരു സെക്കൻഡിന്റെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കോൺസാ ഹോഗ. ബാബ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായിരിക്കും ചോദ്യം? നഷ്ടോ മോഹ സ്മൃതി. അല്ലെ? ഈ ലോകത്തിലെ ഒരു മോഹങ്ങളും ഇല്ല. ദേഹമോ ദേഹബന്ധങ്ങളോ പദാർത്ഥങ്ങളോ സ്ഥാനമാനാദികളോ ഒന്നുമില്ല. കേവലം ഞാൻ സത്ത് ചിത്ത് ആനന്ദ സ്വരൂപാത്മ. എനിക്ക് ജാതിയില്ല, എനിക്ക് മതമില്ല, എനിക്ക് ഗുരുവില്ല, എനിക്ക് ശിഷ്യനില്ല, എനിക്ക് ബന്ധങ്ങളില്ല, എനിക്ക് വീടില്ല, എനിക്ക് സെന്ററില്ല, ഞാൻ ഒന്നുമല്ല. ഇഹലോകത്തിലെല്ലാം മറന്ന് സ്മൃതി സ്വരൂപം. ഞാൻ കേവലം ആത്മാവുമാണ്. അതാണ് ശുദ്ധബോധം. ബ്രഹ്മലോകത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ കേവലം ആത്മാവുമാണ്. പിന്നെ എല്ലാം കലർപ്പുകളാണ്. ഈ ഡ്രസ് ഇട്ടപ്പോൾ വന്ന കലർപ്പുകളാണ്. അപ്പൊ ഇപ്പൊ ബാബ പറയാണ് അവസാന സമയത്തെ പരീക്ഷയ്ക്ക് ഒരു ചെറിയൊരു പരീക്ഷയുള്ള ഒറ്റ ചോദ്യവും സ്മൃതി സ്വരൂപരായ ഒരു സെക്കൻഡ്. ക്വസ്റ്റ്യൻ ബി പഹലെ സേ ഹി സുൻ ലിയാ നാ ഫിർ തോ സബി പാസ് ഹോനെ ചാഹിയെ. നേരത്തെ ചോദ്യം പറഞ്ഞു തന്നില്ല, അപ്പൊ പിന്നെ എല്ലാവർക്കും പാസ്സാകാൻ പറ്റില്ലേ? സബി നമ്പർ 1 പാസ് ഹോങ്കെ യാ നമ്പർ വാർ പാസ് ഹോങ്കെ. എല്ലാവരും നമ്പർ 1 ആയിട്ട് പാസ്സാകുമോ അതോ നമ്പർ വാർ ആയിരിക്കുമോ? ഡബിൾ വിദേശി കിസ് നമ്പർ മേം പാസ് ഹോങ്കെ. ഡബിൾ വിദേശി വിദേശികളാണ്. ഭാവിക്കാണ് നിങ്ങൾ ഏത് നമ്പറിൽ പാസ്സാകും? നമ്പർ 1. അപ്പൊ മാലക്കോ ഖതം കർദേ. അപ്പൊ മാല ബാബ പറഞ്ഞു മാല തീർക്കട്ടെ. യാ അലഗ് മാല ബനാദേ. അത് വേറൊരു മാല ഉണ്ടാക്കേണ്ട ഒരു ഉമംഗത്വ ബഹുതച്ച. ഉത്സാഹം നല്ലതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് പറയണം? നമ്മൾ നമ്പർ 2 അംഗീകരിക്കരുത്. 2 നമ്പർ കഴിഞ്ഞ 3-ാം നമ്പർ നമ്മൾ അംഗീകരിച്ചു. 2 നമ്പർ ഒന്ന് ബ്രഹ്മബാബിൽ നമ്മളെ ഫിക്സ് ആയി പോകും. അല്ലെങ്കിൽ അവരെ നമുക്ക് കവച്ചു വെക്കാം. 3-ാമത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞത് നമ്മൾ എന്തും ആയിക്കോട്ടെ. അപ്പൊ അവർ പറയുന്നെന്തോ കുഴപ്പം? എനിക്ക് 40 മാർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 35 മാർക്ക് 30 മാർക്കോ അതൊന്നുമല്ല. ഞാൻ 100 മാർക്ക് മേടിക്കും. അപ്പൊ ബാബ പറഞ്ഞു അപ്പൊ ഉയരും. അപ്പൊ ബാബ പറയാണ് നല്ല ഉത്സാഹമുണ്ട്. ഡബിൾ ഫോറിനേഴ്സിന് നല്ല ഉത്സാഹമുണ്ട്. ഡബിൾ ഫോറിനേഴ്സ് വിശേഷ ചാൻസ് ലാസ്റ്റ് ഓഫ് ഫാസ്റ്റ് ജാനേക്കാം. ഡബിൾ ഫോറിനേഴ്സിന് വിശേഷമായ അവസരമുണ്ട് ഈ ലാസ്റ്റ് വന്ന് ഫാസ്റ്റ് ആയി പോകാൻ. ഏഹ് മാർജിൻ ഹേ, അതിനുള്ള ഒരു അവസരം ബാബ തന്നിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്ന ഒരാൾക്ക് വേണമെങ്കിലും നമ്മളൊരു ഇത്രയും കാലമില്ല. അപ്പൊ പഴയ ആൾക്കാർ അവർ ഒന്നുമല്ല, ലാസ്റ്റ് വന്നവർക്ക് ഫാസ്റ്റ് ആയി പോയി ഫസ്റ്റ് ആകാം. അവര് പണിയെടുക്കേണ്ടി വരും. അലഗ് മാല ബനായും തോ ജോ പിക്നിക് കെ സ്ഥാൻ ബനേങ്കെ വഹം ജാനാ പടേ. ബാബ പറയാണ് വേറെ മാല ഉണ്ടാക്കുകയാണെങ്കിൽ പിക്നിക് സ്ഥാനത്തേക്കൊക്കെ പോകണം. അതായത് രാജ്യം ഭരിക്കാനായിരിക്കില്ല. ഏക പസന്ത് ഹോത്തോ അലഗ് മാല ബനായി. അതാണ് ഇഷ്ടമെങ്കിൽ ബാബ വേറെ മാല ഉണ്ടാക്കും. ആപ്പ് ലോകം കേലിയ മാലാമേ മാനേക്ക് മാർജിൻ ലേഖിയെ ആ ജായെങ്കിൽ. ബാബ പറയണു വൈകി വന്നവർക്ക് വിദേശികൾക്കാണെങ്കിൽ പോലും ഈ 1-ാം നമ്പർ 108ന്റെ മാലയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ബാബ പറഞ്ഞു വരാൻ പറ്റും. അച്ഛ സഭി ടീച്ചേഴ്സോ സ്മൃതി സ്വരൂപേന. ടീച്ചേഴ്സ് എല്ലാം സ്മൃതി സ്വരൂപരാണല്ലോ. ചാരോ ഹി സബ്ജക്റ്റുമേ സ്മൃതി സ്വരൂപം. 4 വിഷയത്തിലും ടീച്ചേഴ്സ് സ്മൃതി സ്വരൂപരായിരിക്കണം. മെഹനത്ത് കം നഹി ഹേ. ബാബ പറഞ്ഞു ഇതിൽ വലിയ കഷ്ടപ്പാടിട്ടുണ്ട്. നമ്മൾ ആരാണെന്നുള്ളൊരു സ്മൃതി ജീവിക്കുന്ന ഇത്ര കഷ്ടപ്പാടാണ്. टीचर्स का अर्थ ही है अपने स्मृति स्वरूप टीचर से औरों को भी स्मृति स्वरूप बनाना. टीचर्स
എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ എന്താണ്? തന്റെ സ്മൃതി സ്വരൂപത്തിന്റെ ആ സ്വരൂപത്തിലൂടെ മറ്റുള്ളവരെയും സ്മൃതി സ്വരൂപരാക്കി മാറ്റും. അതാണ് ടീച്ചർ എന്ന് വെച്ചാൽ ടീച്ച് ചെയ്യുന്നവരാണ്. എന്ത് ടീച്ച് ചെയ്യും? അത് ബാബ പറഞ്ഞ് പഠിച്ചിരിക്കുന്നു. അപ്പൊ ബാബ പറഞ്ഞത് എല്ലാവർക്കും സ്മൃതി കൊടുക്കും. അപ്പൊ സ്വയം സ്മൃതി സ്വരൂപരാണ്. आपके फीचर्स की അവർക്ക് സ്മൃതി ദിലായിക്ക് മേം ആത്മ. നമ്മുടെ ആ രൂപം തന്നെ, നമ്മുടെ ആ സ്മൃതി സ്വരൂപം തന്നെ ബാബ പറയണു മറ്റുള്ളവർക്ക് സ്മൃതി കൊടുക്കണം. ഞാൻ ആത്മാവാണ്. മസ്തകമേ ദേഹി ചമക്തി ഹുയി ആത്മാവ ചമക്തി ഹുയി മണി. ഒറ്റ പണിയുള്ളൂ ഇതിനകത്ത്, അല്ലെ? ബാബയുടെ ജ്ഞാനത്തിൽ ഒരൊറ്റ പരീക്ഷയുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പഠനമുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പ്രാക്ടീസേ ഉള്ളൂ. മസ്തകത്തിലിരിക്കുന്ന ആത്മാവിൽ. അപ്പൊ ബാബ പറയുന്നു സ്മൃതി സ്വരൂപമായ ഒരാള് നോക്കുകയാണെങ്കിൽ അയാൾക്ക് അനുഭവം ഉണ്ടാവും, ഞാൻ ആത്മാവാണ്, ഞാൻ കൂടുതൽ പറയേണ്ടവരില്ല. ജയ്സെ സാമ്പക്കി മണി ദേഖ കർക്കെ സാമ്പക്കി തരഫ് പോയി കാ ധ്യാൻ നഹി ജായേഗാ മണിക്ക് തരഫ് ജായ. സർപ്പത്തിന്റെ മസ്തകത്തിൽ ഒരു മണിയുണ്ടെന്നാ പറഞ്ഞു. ആ മണിയെ കാണുന്നവര് സർപ്പത്തേരിക്കില്ല നോക്കുന്നത്, മണിയായിരിക്കും. ഐസെ അവിനാശി ചമത്തി ഹുയി മണിക്കോ ദേഹ സ്മൃതി മേ നഹിമായി അറ്റൻഷൻ സ്വദഹി ആത്മാക്കി തരഫ് ജായ. അതേപോലെ ബാബ പറയണം നമ്മളെല്ലാവരും ഒരു ടാർഗറ്റ് വെക്കണം. എല്ലാവരും ബാബ പറയണം ടീച്ചറിന്റെ മക്കളൊക്കെ ടീച്ചർമാരാണ്, ബാബയാണ് സുപ്രീം ടീച്ചർ. അപ്പൊ നമ്മളെല്ലാം ടീച്ചറാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം എന്ന് ടീച്ച് ചെയ്യിപ്പിക്കണം? ബാബ പറയാണ് ഈ ശരീരമാകുന്ന സർപ്പത്തിന്റെ മസ്തക മധ്യത്തിൽ ആത്മാവാകുന്ന മണിയുണ്ട്. ബാബ പറയണു ആ മണിയിലേക്കായിരിക്കണം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. അത്രേ ഉള്ളൂ. ഈ ശരീരത്തെ നോക്കുമ്പോൾ എന്താണ്? വെളുത്തതാണ്, പുരുഷനാണ്, ആ ജാതി ഈ ജാതി, മറ്റത് മറിച്ചത് എന്തെല്ലാം. ഇതിനെ നോക്കുമ്പോഴും ഇതിനകത്തിരിക്കുന്ന എല്ലാ ആത്മാക്കളും എല്ലാ ആത്മാക്കളും പ്രകാശിപ്പിക്കുന്നതാണ്. ആത്മാവിന്റെ ജാതി അത്, ആത്മാവിന്റെ ജാതി അത് എന്താ വേണ്ടാതിരിക്കും? ആത്മാവിന്റെ ജാതി ഉണ്ടോ? ആത്മാവ് പണക്കാരനാണ്, പാവപ്പെട്ട. കിടന്നുറങ്ങുമ്പോ ഏത് ജാതി? കിടന്നുറങ്ങുമ്പോ ബാങ്കിൽ എത്ര രൂപ? കിടന്നുറങ്ങുമ്പോഴേ എനിക്ക് ബാങ്കിൽ എത്ര പൈസയൊക്കെയാണ്? കിടന്നുറങ്ങുമ്പോൾ പലതും ഉണ്ട്, അല്ലെ? അവരുമില്ല ഇവരുമില്ല, പഠിക്കുന്ന കുട്ടിയില്ല, പഠിപ്പിക്കുന്ന ടീച്ചറും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഉറങ്ങിയപ്പോ എന്ത് പറ്റി? മനസ്സകത്തേക്ക്, ദേഹത്തിൽ നിന്ന് വിട്ടിട്ട് അകത്തേക്ക്. അപ്പൊ നമ്മൾ പറയുന്നത് പോകും നല്ല സുഖമായിട്ടോ, അപ്പൊ നല്ല റെസ്റ്റായി, നല്ല സുഖമായി. അപ്പോ മനസ്സ് അകത്തേക്ക് തിരിയുമ്പോൾ ഭേദചിന്തകൾ, ഇളക്കങ്ങൾ ഒന്നുമില്ല. അപ്പൊ അതിനാണ് ഉറക്കം. അപ്പൊ ബാബ പറഞ്ഞു ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ് അന്തർമുഖമാക്കി വയ്ക്കുക, അല്ലെ? എല്ലാവരും ആത്മാവാണ്. അപ്പൊ ഒരാളെ കാണുമ്പോൾ നമുക്ക് വ്യത്യാസം തോന്നില്ല, എല്ലാവരും ആത്മാവാണ്. അതുകൊണ്ട് ഗീത പറയുന്ന ഏറ്റവും വലിയ എന്താണ്? ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് യോഗികളുടെ? സമത്വം. എല്ലാവരെയും സമമായിട്ട് കാണും. എല്ലാവരും ആത്മാക്കൾ തന്നെ. പിന്നെ വേഷം മാറും, പാർട്ട് മാറും. ബാബ തൽക്കാലത്തേക്ക് ഇരിക്കും. എല്ലാവരും ആത്മാക്കൾ തന്നെയാണ്. ബ്രഹ്മലോകത്തിരിക്കുമ്പോൾ എല്ലാവരും ആത്മാക്കൾ. അപ്പൊ ബാബ പറയാണ് നമ്മുടെ ഒരു നോട്ടം നോക്കുകയാണെങ്കിൽ ആളുകൾ ആത്മഭാവത്തിലേക്ക് വരും. ടീച്ചേഴ്സ് ഇസി സേവാക്കിയ നിമിത്തം ബാബ പറഞ്ഞു ഇതാണ് സേവ. വിസ്മൃതി വാലോങ്കോ സ്മൃതി ദലാൻ യഹി സേവ. നമ്മൾ ഈ ദേഹമാണെന്ന് വിചാരിച്ച് നമ്മൾ മരിച്ചു പോകും, നമ്മുടെ ബന്ധുക്കൾ മരിച്ചു പോകും, അയ്യോ നമ്മൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു സ്മൃതി കൊടുക്കുക. നിങ്ങൾ ആത്മാവാണ്, ഈശ്വരന്റെ കുട്ടിയാണ്, വേറെ ഒന്നുമില്ല. ബാബ പറഞ്ഞു അതാ സേവ. സമർത്ഥത്വ ഹോയാ കബി കബി ഘബരാ. അപ്പൊ ബാബയ്ക്കാണ് ടീച്ചേഴ്സ് സമർത്ഥരാണോ അത് പരിഭ്രമിക്കാറുണ്ടോ? അഗർ ടീച്ചേഴ്സ് ഘബരാ ജായേഗി തോ സ്റ്റുഡൻസ് ക്യാ ഹോഗി. അഥവാ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ടീച്ചറുകൾ തന്നെ പതറിപ്പോകുകയാണെങ്കിൽ ബാബ പിന്നെ സ്റ്റുഡൻസിന്റെ കാര്യം എന്തായിരിക്കും? ടീച്ചേഴ്സ് അർത്ഥാത് സദാ നാച്ചുറൽ നിരന്തർ സ്മൃതി സ്വരൂപ സ്വസമർത്ഥ സ്വരൂപം. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ ആയിട്ട് നിരന്തരമായിട്ട് സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപം. ജീവിതത്തിൽ ഒരാള് ജീവിതത്തിൽ എത്ര ഉയർന്നു, അല്ലെങ്കിൽ എനിക്ക് ശക്തിയുണ്ട്. ബാബുവിന്റെ ശക്തി എങ്ങനെ കാണുന്നത്? പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ കുലുങ്ങുന്നില്ല. അതിന് ബാബു എപ്പോഴും ഹായ് ഹായ് ഇല്ല, അയ്യോ അയ്യോ എന്നില്ല, പകരം വാക്ക് വാക്ക്. അപ്പൊ ബാബു പറഞ്ഞു അവരാണ് ശക്തി. അത് പതുക്കെ പതുക്കെ വന്ന് നാച്ചുറലും നിരന്തരവുമാണ്. ജയ്സെ ബ്രഹ്മ ബാബ ഫ്രണ്ട് മേ രഹാത്തോ ടീച്ചേഴ്സ് ആകെ വന. ബ്രഹ്മ ബാബ ഫ്രണ്ടിലാണ്, ബാബറും ടീച്ചേഴ്സും ഫ്രണ്ടിൽ തന്നെയാണ്. നിമിത്തമാണ് ആകെ. നിമിത്തം എന്ന് പറഞ്ഞാൽ മുന്നിൽ. ജയ്സെ സേവാ പ്രതി സമർപ്പണ ഹോനെ ഹിമ്മത്ത് രഹി സമർത്ഥ ബനെ. ബാബ പറയാണ് സേവനത്തെ പ്രതി നമ്മൾ സമർപ്പണമാകുന്നതിലുള്ള തന്റെ ഇടം വെച്ചു, സമൃദ്ധി വന്നു. തോ യഹ് സ്മൃതി ക്യാ ഹെ യഹ് തോ ത്യാഗ് കാ ഭാഗ്. ബാബ പറയണു അത് ത്യാഗത്തിന്റെ ഭാഗ്യമാണ്. ഒരു സറണ്ടറായി, ഒരു സിസ്റ്ററായി, ഒരു സെന്ററിന്റെ അധികാരിയായി പഠിപ്പിക്കാൻ യോഗ്യമായി പഠിപ്പിക്കാൻ ബാബ നിമിത്തമാക്കി. ബാബ പറഞ്ഞു അത് ഭാഗ്യം തന്നെയാണ്. അതിന് ത്യാഗം ചെയ്തു നമ്മൾ. ആ ത്യാഗത്തിന്റെ ഭാഗ്യമാണ്, സമർത്ഥതയാണ്. ത്യാഗ് കർലിയ അവയെ ഭാഗ്യക്കാ ബഡി ബാധ്യ. ബാബ പറഞ്ഞു ത്യാഗം ചെയ്തു, ഇനി ഭാഗ്യം എന്ത് കാര്യം? ത്യാഗം ചെയ്ത ഭാഗ്യം പിറകെ വന്നോളൂ. ത്യാഗത്തോ കിയ ലേക്കിൻ ത്യാഗ് ത്യാഗ് നഹി ക്യോങ്കി പ്രാപ്തി ബഹുത് ജാത.
ബാബ ഈ ത്യാഗിയാണെന്നൊക്കെ ചില ദൂരെ ടീച്ചേഴ്സിന് ത്യാഗം ചെയ്തവർക്ക് തോന്നും നമ്മൾ വലിയ ത്യാഗികളാണ്. ബാബയ്ക്ക് എന്ത് ത്യാഗം? ഭാഗ്യമാണ് കിട്ടിയത് അല്ലെ? ബാബ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണ്? ഞാൻ ബ്രഹ്മകുമാരി സിക്കോ, ഇപ്പൊ ഞാൻ ആത്മീയക്കാരനാണ്, ഭഗവാൻ പറഞ്ഞ പോലെ ജീവിക്കുകയാണ്, ഞാൻ ഭയങ്കര ത്യാഗിയാണ്. അപ്പൊ അവർ നിങ്ങളെ കണ്ടാൽ ആർക്കും ത്യാഗിയാണെന്ന് തോന്നരുത്. ത്യാഗിയാണെന്ന് തോന്നിയാൽ പിന്നെ ആൾക്കാർ വരുത്തില്ല. ചില നാച്ചുറോപ്പതിക്കാരെ കണ്ട പിന്നെ നമ്മൾ ജന്മം പോയേ ഇനി എന്ത് രോഗം വന്ന് ചേർത്താലും ശരി അതിലേക്ക് പോകില്ല. കാര്യം ഈ മെലിഞ്ഞു ഉണങ്ങി ജീവിതത്തിൽ യാതൊരു സുഖമില്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ട. അങ്ങനെയാണ് ഈ ആത്മീയക്കാര്, ഈ ആത്മീയത ഭാരതത്തിന്റെ ഗൃഹസ്ഥത്തിൽ നിന്ന് പോയത് അങ്ങനെയാണ്. അപ്പൊ ബാബ പറഞ്ഞു ഈ ബ്രഹ്മകുമാരിസിൽ വന്ന നിങ്ങളുടെ ത്യാഗം ആരും കാണരുത്, പകരം എന്താ ഉത്സാഹം, ഭാഗ്യം, സന്തോഷം. അപ്പൊ ആൾക്കാർ തോന്നുന്നു കൊള്ളാലോ അല്ലേ? എത്ര മണിക്ക് മുരളിക്ക് വരും? സെൻട്രൽ നിമിത്തമായ ടീച്ചറാണ്, 7:30 വരുന്നത്. നമ്മുടെ ലൈല ശശി എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ബാബ പറയാണ് കുട്ടികളെ പ്രാപ്തിയാണ് കൂടുതൽ. അതുകൊണ്ട് ബാബയുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ത്യാഗിയാണ്, ബാബ നല്ല കൊട്ടുകൊടുക്കുന്നത് ത്യാഗി എന്ന് പറയുന്നത്. ത്യാഗി ബാബയ്ക്ക് എന്ത് ത്യാഗം ചെയ്തു എന്നാണ്? സിർഫ് സഫേദ് സാഡി പകരി ബഹുത്തോ ആർമി ബ്യൂട്ടിഫുൾ. വെള്ളവേഷം ധരിച്ചു വന്നേ സിസ്റ്റേഴ്സ് പറയുക, ലൈല സിസ്റ്റേഴ്സ് പറയുന്നത് ഞങ്ങൾ വെള്ളവേഷം ധരിച്ചു ത്യാഗികളാണ്. ബാബയ്ക്കാണ് ഒന്നുകൂടി ഭംഗിയായി അല്ലെ? വെള്ളവേഷം കെട്ടിയപ്പോ ഒന്നുകൂടി സൗന്ദര്യം കൂട്ടി, അത്രേ ഉള്ളൂ. പരിസ്ഥ പരിയമ്പൻ കൈ പരിസ്ഥയായി മാലാഖയായി അവർ ക്യാച്ചാക്കി. പിന്നെന്താ ബാക്കി? ഗാന പീന ചോട. പിന്നെ പറഞ്ഞത് ഇറച്ചി മീൻ മുട്ടയെന്ന് ഇപ്പൊ കഴിക്കുന്നില്ല, ഇപ്പൊ തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കാം. വകുത്തോ ആജിക്കൽ ഡോക്ടേഴ്സ് ബി കാലത്ത്, പൗരാദിക്കാലത്ത് ഡോക്ടേഴ്സ് പറയുന്നത് ആഹാരം കുറച്ച് കഴിക്കണം, തന്നെത്താൻ ഉണ്ടാക്കി കഴിക്കണം, പുറത്തു പോയി കണ്ട ആഹാരം അജിന മുട്ടയൊക്കെ ചേർത്ത ആഹാരം കഴിക്കരുത്, മുട്ടയും ചേർക്കരുത്, അതിനാ മുട്ടയും ചേർക്കരുത്. അപ്പൊ ബാബ ലൈല ശിശുരയിക്കണം, അതിൽ ആനക്കാരും തന്നെ ആഹാരം ഉണ്ടാക്കി അത് വീട്ടിലാണെങ്കിൽ കഴിക്കണം. ജാഥ നഹിം ഖാവോ ഖം ഖാവോ സാധാ ഖാവോ. ഡോക്ടർമാർ ഇപ്പൊ പറയുന്നത് എന്താണ്? കൂടുതൽ കഴിക്കരുത്, കുറച്ച് കഴിക്കാവൂ, സാധാരണ ആഹാരമാണ് നല്ലത് അല്ലെ? ഈ ജങ്ക് ഫുഡൊന്നും കഴിക്കരുത് അവരും പറയുന്നത്. ആദ്യകാലത്തോ ഡോക്ടേഴ്സ് ബി കാര്യം നഹിം തരുന്നത്, ഇക്കാലത്ത് ഡോക്ടേഴ്സും ആഹാരം ഒന്നും തരുന്നില്ല. ബാക്കി ക്യാജോട് അപ്പൊ പറഞ്ഞു വെള്ള കളർ ഡ്രസ് കളഞ്ഞു, പിന്നെ ആഹാരം കുറച്ചു. ബാക്കി എന്താ ഉപേക്ഷിച്ചത്? ഗഹൻ ബഹന്നാച്ചോട, ആഭരണം ഉപേക്ഷിച്ചു. ബാബയുടെ അടുത്ത് വരുമ്പോ സർവ്വസേഷൻസ് ആഭരണം ധരിക്കാം, ആഭരണം ഉപേക്ഷിച്ചു. ആദ്യകാലത്തോ ഗഹനം കി പീച്ചെ ചോറിനകത്ത് ബാബറിന് ആഭരണത്തിന്റെ പിറകെ കള്ളന്മാര് നടക്കും. അപ്പൊ അത് നല്ലതായില്ലേ? അച്ഛാക്കിയ ജോഡി ചെയ്യാം, സമജ്ദാരി കാ കാം കിയ. അതുകൊണ്ട് ബാബർ ആഭരണമൊക്കെ വേണ്ടാന്ന് വെച്ചാൽ നല്ല കാര്യം, അല്ലെങ്കിൽ കള്ളന്മാര് കൊണ്ടുപോയേനെ. അപ്പൊ ബാബ പറയണം അതുകൊണ്ട് ത്യാഗം എന്നൊന്നും പറയണ്ട. ബാബ പറഞ്ഞു പദമാ ഗുണം ഭാഗ്യമാണ് അല്ലെ? ബാബയുടെ കുട്ടിയായാൽ ബാബ പറയണം ഈ ബാബയുടെ അടുത്ത് ചെല്ലും, ഞങ്ങൾ ഭയങ്കര ത്യാഗികളാണ് ബാബ, ഞങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ബാബ എന്ത് ചെയ്തതിനൊക്കെ ചോദിച്ചു. അപ്പൊ ബാബ തിരിച്ച് ചോദിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ത്യാഗം ചെയ്തെന്ന് പറഞ്ഞു? വെള്ളവേഷം ധരിച്ചു. അവർ വെള്ളവേഷം ധരിച്ചുകൊണ്ട് കുറച്ചുകൂടി ഭംഗിയായി, കുറച്ചുകൂടി കാണാൻ കൊള്ളാതെ, അല്ലെങ്കിൽ എങ്ങനെ ഇരുത്താൻ. പിന്നെ ആഹാരം ഉപേക്ഷിച്ചു. ബാബ പറഞ്ഞു ആഹാരം ഉപേക്ഷിച്ച് നല്ല ആരോഗ്യമുണ്ട്, അത് ഡോക്ടർമാർ ഇപ്പൊ പറയുന്നു. പിന്നെ ആഭരണം ധരിക്കുന്നില്ല, ബാബർ അത് നല്ല കാര്യമില്ല, കള്ളന്മാര് പിറകെ കൊടുക്കില്ല. അതുകൊണ്ട് ബാബ പറയാണ് ഭാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി, കൂടുതൽ ത്യാഗത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. അഭി ബാബ്ദാദാക്കും ഏതൻസ് വാലെ യാദ് ആരഹ. ബാബയ്ക്ക് ഇപ്പോൾ ഏതൻസുകാരുടെ ഒരു ഓർമ്മ, അതായത് ഏതൻസ് രാജ്യത്തില് സേവ നടക്കാണ്. വഹബി ബഹുദ് യാദ് കരെ, അവരും ബാബയെ നന്നായിട്ട് ഓർമ്മിക്കാറ്. ജബ് ബി കൊയ് വിശാൽ കാര്യ ഹോത്താഹി ബേഹദ് കെ കാര്യമേ ബേഹദ് കാ ബാബ് അവർ ബേഹദ് കാ പരിവാർ യാദ് ജരൂർ ആത്താ. ഒരു വിശാലമായ കാര്യം ഉണ്ടാകുമ്പോൾ, പരിധിയില്ലാത്ത കാര്യമാകുമ്പോൾ, പരിധിയില്ലാത്ത ബാബയുടെ പരിവാരത്തിന്റെയും ഓർമ്മ തീർച്ചയായിട്ടും വരും. ജോബി ബച്ചെ ഗയെ ഹിമ്മത്ത് വാലെ ബച്ചെ. അപ്പൊ അവിടെ സഹായിക്കാൻ വേണ്ടി ധാരാളം പേര് പോയിട്ടുണ്ട്, അവർക്ക് നല്ല തന്റെ ഉള്ള പിള്ളേർ. ജോ നിമിത്ത് ബനേഹി ഉനോംകി ഹിമ്മത്ത് കാര്യക്കോ ശ്രേഷ്ഠ അവർ അജിൽ ബനാതെ. ആരാണോ ഇതിനെല്ലാം നിമിത്തമാകുന്നത്, പ്രോഗ്രാമിന് നിമിത്തമാകുന്നത്, അവരുടെ ധൈര്യം ബാബ പറയണു ആ കാര്യത്തെ ശ്രേഷ്ഠമാക്കും, അചഞ്ചലമാക്കും. ബാബ കെ സ്നേഹ് അവർ വിശേഷ ആത്മാവും ശുഭഭാവന ശുഭകാമന ബച്ചോം കെ സാധേ. ബാബയുടെ സ്നേഹവും വിശേഷ ആത്മാക്കളുടെ ശുഭഭാവനയും ശുഭകാമനയും കുട്ടികളുടെ കൂടെയുണ്ട്. എപ്പോഴും ഒരു വിശാലമായ കാര്യം, അത് ഏതായിക്കോട്ടെ ടെൻത്തായിക്കോട്ടെ, നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ശുഭഭാവന ഉണ്ടാവും, അടുത്ത കാര്യം ഭംഗിയാവട്ടെ. പോകാൻ പറ്റുന്നിടത്ത് നമ്മൾ പോകണം, പറ്റുന്നിടത്തോളൊക്കെ സേവ ചെയ്തു പോകും അല്ലെ? എവിടെയൊക്കെ സേവേണ്ടെന്ന് അറിഞ്ഞാലും അവിടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, ചില സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നല്ല ശുഭഭാവന ഭംഗിയാവട്ടെ. പോകാൻ പറ്റുകയാണെങ്കിൽ പോയി സേവ ചെയ്യണം. അപ്പൊ ബാബ പറയാണ് എല്ലാവരുടെയും ശുഭകാമനയും ബാബയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നു, അതുകൊണ്ട് എല്ലാം ഭംഗിയായിക്കോളും. ബുദ്ധിമാനോം കി ബുദ്ധി കിസി ദ്വാരാബി നിമിത്ത ബനായേ അപ്പന കാര്യം നികാൽ ദേത്തെ. ബുദ്ധിമാന്മാരുടെയും ബുദ്ധിമാനായ ഭഗവാൻ ആരെയെങ്കിലൊക്കെ നിമിത്തമാക്കി തന്റെ കാര്യങ്ങൾ, ബാബയുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ബാബയുടെ കാര്യം ലോകത്തിന്റെ കാര്യം
എല്ലാം ഭംഗിയാണ്. इसलिए बेफिक्र बादशाह बन, माइट हाउस बन, ശുഭഭാവന ശുഭകാമനക്ക് വൈബ്രേഷൻ ഫൈലാതെ. അതുകൊണ്ട് ബാബ പറയണം ഒരു കാര്യത്തിൽ ചിന്തിക്കുക അല്ലെ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ബാബ നടത്തുക. ആരെങ്കിലും ഒരാൾ വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കണം വീട്ടിൽ എന്ത് ചെയ്യും, അവിടെ അവർ വരുന്നു ഇവര് വരുന്നു, അല്ലെങ്കിൽ തൂത്തിടട്ടെ, കട്ടില് ശരിയാക്കട്ടെ, ആഹാരം ഉണ്ടാക്കും. ഇതൊക്കെ ദുർബല ആത്മാക്കളാണ്. ബാബ കൂടെയാണെങ്കിൽ നമുക്ക് ചെന്ന് വരും, ചെന്ന് വരില്ല. എന്റെ കൂടെ ബാബയുണ്ട് അല്ലെ. മധുവനിൽ ചിലപ്പോൾ ദാദി പറയാറുണ്ട് 10,000 പേർക്ക് അനുമതി കൊടുത്താൽ പെട്ടെന്ന് വരുന്നത് 20,000 പേരാണ്. എന്ത് ചെയ്യും? അച്ഛന്റെ വീടല്ലേ, വീട്ടിൽ വരുന്നവർ പറഞ്ഞു വിടാൻ പറ്റും. അതൊക്കെ ബാബ ശരിയാക്കും. ഒരിക്കൽ ബാബ പറഞ്ഞാണ് ഡ്രാമയ്ക്ക് പോലും തടുക്കാം, ഒറ്റ പ്രാവശ്യമേ പറഞ്ഞു ഡ്രാമയ്ക്ക് പോലും തടുക്കാം. ഇവിടെ വെള്ളം വരില്ല, ഈശ്വരന്റെ വീട്ടിൽ വെള്ളം വരും. എത്ര പേരാന്നറിയാം? 25,000 പേർക്ക് കുളിക്കണം. അലക്കരുത് പറഞ്ഞാൽ ഞാനൊക്കെ ചെന്ന് പറഞ്ഞാൽ അലക്കണം. മൊത്തം അലക്കി തേച്ചിട്ട് ഇവിടെ കൊടുത്തു. എല്ലാരും സാരിയും ഡ്രസ്സൊക്കെ ഇട്ട് അലക്കരുത്, വെള്ളം വേണം. ആഹാരം ഉണ്ടാക്കണ്ടേ? 10-25,000 പേരെ വരും. മരുഭൂമി സ്ഥലമാണ്, വെള്ളം ടാങ്കിൽ അടിക്കും. അവർ ഇവിടെ ഒരു കുഴപ്പമുണ്ടാകും. കാര്യം എന്താ? വിശാലമായ മനസ്സ് നമ്മുടെ വീട്ടിലുള്ളവരാണ് അല്ലെ. അപ്പൊ ബാബ പറയാണ് എവിടുത്തെ പരിപാടിയും ഭംഗിയായിട്ടാണ്. അവർ ഒന്ന് നിങ്ങൾ ചിന്തിക്കണം, ലൈറ്റ് ഹൗസും മൈറ്റ് ഹൗസും ആയിട്ട് നല്ല ശുഭഭാവനയും ശുഭകാമനയുടെ വൈബ്രേഷൻ കൊടുത്തോണ്ടിരുന്നാൽ മതി. ഹരേക സർവീസുകൾ ബച്ചേക്കാ ബാപ്ദാദ നാം അവർ വിശേഷത സഹിത യാത്ര. ഓരോ സർവീസബിളായ കുട്ടിക്കും ബാപ്ദാദ പേര് സഹിതം അവരുടെ വിശേഷത സഹിതം സ്നേഹസ്മരണകൾ എല്ലാവരും ബാബ കാണും. ബാബ ഒരു ഇഷ്ടം പോലും ആവശ്യം, പാത്രം കഴുകുന്നവർ ആവശ്യം, എല്ലാവർക്കും സ്നേഹസ്മരണം. अच्छा, सदा निरंतर स्मृति स्वरूप समर्थ आत्माओं, सदा स्मृति स्वरूप हर परिस्थिति को साइड से अनुभव करने वाले विशेष आत्माओं को, सदा बाप समान चारों ओर स्मृति की लहर फैलाने वाले महापुरुष बच्चों को, सदा तीव्र गति से पास में तो ऑनर होने वाले महारथी बच्चों को बाप दादा का याद प्यार और नमस्ते. सदा निरंतर स्मृति स्वरूपराय समर्थ आत्मा, सदा निरंतर स्मृति स्वरूपराയ സമർത്ഥ ആത്മാക്കൾക്ക്, സദാ സ്മൃതി സ്വരൂപരായി മാറി ഏതൊരു പരിതസ്ഥിതിയെയും സൈഡ് സീനായി അനുഭവിക്കുന്ന വിശേഷ ആത്മാക്കൾക്ക്, സദാ ബാബയ്ക്ക് സമാനം നാനാഭാഗത്തും സ്മൃതിയുടെ അലകൾ പരത്തുന്ന മഹാവീരന്മാരായ കുട്ടികൾക്ക്, സദാ തീവ്രഗതിയിലൂടെ വാസ്തവത്വ ഓണറായി മാറുന്ന മഹാരഥികളായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം. ബാബ്ദാദയ്ക്കും സ്നേഹസ്മരണയും നമസ്കാരം. ബാബ എന്താ പഠിപ്പിച്ചത്? ബാബ ഒറ്റ കാര്യമേ പഠിപ്പിച്ചോളൂ, സ്മൃതി നൽകി. ഇതിന്റെ അവസാനം എന്താണ്? നഷ്ടോ മോഹ സ്മൃതി. എനിക്കിപ്പോ സ്മൃതി കിട്ടി. 18-ാമത്തെ അതിന്റെ അവസാനം പറഞ്ഞു, എനിക്കിപ്പോ മനസ്സിലായി ഞാനാണ്. അപ്പൊ തുടക്കത്തിൽ എന്താണ്? വിഷാദഭക്തനാണ്, യുദ്ധം ചെയ്യില്ല, കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഡിപ്രസ്ഡ് ആയി. അവസാനം എന്ത് പറഞ്ഞു? എനിക്കിപ്പോ ഞാൻ ആരാന്ന് മനസ്സിലായി, അങ്ങ് പറയുന്നത് പോലെ ഉത്സാഹത്തോടു കൂടി ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തോളാം. അപ്പൊ ബാബ നമുക്ക് എന്തെല്ലാം സ്മൃതി നൽകി? ബാബ ആദ്യത്തെ സ്മൃതി ഇതാണ്, നമ്മൾ ദേഹത്തിന്റെ ആത്മാവ്. 2, നമ്മൾ പരന്ധാമത്തെ എന്നുണ്ടായി. ബാബ പരന്ധാമത്തിൽ നിന്ന് കളിക്കാൻ വന്ന പരന്ധാമത്തിലേക്ക് പോകും, ആരും മരിക്കില്ല. 3, ബാബ പറഞ്ഞ വന്നപ്പോൾ നമ്മൾ ദേവതമായിരുന്നു, നല്ല കാലമായിരുന്നു, ഇനിയും ദേവകാലം, അതിൽ ആരും സംശയമൊന്നുമില്ല. പിന്നെ ബാബ പറയുന്നത് സേവനത്തിലും നമ്മൾ ആളുകളോട് പറയുന്നു. ആളുകളോട് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾ മരിക്കുന്ന ദേഹമല്ല, നിങ്ങൾ ആത്മാക്കളാണ്. പിന്നെ പ്രശ്നങ്ങൾ, അതെല്ലായിടത്തും പ്രശ്നമുണ്ട്, അത് കൽപ്പകൽപ്പത്തിൽ വന്ന പ്രശ്നമാണ്. 5000 വർഷം മുതൽ ഈ പ്രശ്നം കൊണ്ട് പോയിക്കോളും. അതിന് പിറകെ നമ്മൾ പോകാതിരുന്നാൽ ഇതൊക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ബാബർ ഈ സ്മൃതി കൊടുക്കൽ തന്നെയാണ് യഥാർത്ഥത്തിൽ സേവനം. സ്മൃതി സ്വരൂപമാകുന്നതാണ് യഥാർത്ഥത്തിൽ ബാബ പറഞ്ഞു നമ്മുടെ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. ഈ സ്ഥിതി ശരിയാകണമെങ്കിൽ ഒരു പരിസ്ഥിതിയും നമ്മൾ ഒലക്കില്ല. അതുകൊണ്ടാണ് ബാബറിനെ സ്മൃതി സ്വരൂപം കം സമർത്ഥ സ്വരൂപം. ഇനി ഒരു മനോഹരമായ ഒരു പോയിന്റ് ബാബ പറയും, അത് ദില്ലി സോണിലുള്ളവരോട് ബാബ പറയുന്നതാണ്. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ദില്ലിക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മളോട് ബാബ പറയാം, ഇത് നല്ലൊരു പോയിന്റാണ്, ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പോയിന്റ്. നേരത്തെ പറഞ്ഞതിന്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സദാ അപ്പനെ ഭാഗ്യക്കോ ദേഹ ഹർഷിക്കോ, സദാ സ്വന്തം ഭാഗ്യം കണ്ട് ഹർഷിക്കോ. ഈ ഭാഗ്യം ചിലപ്പോൾ ഇപ്പൊ നമുക്ക് അനുഭവപ്പെടും, നമ്മൾ വിചാരിക്കും എന്ത് ഭാഗ്യം കിട്ടിയെന്നാ പറഞ്ഞു. ബാബ നമുക്ക് തെളിഞ്ഞു വന്നിട്ടില്ല, ഈ ഭാഗ്യവും തെളിഞ്ഞു വന്നിട്ടില്ല. ബാബ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെ കിട്ടി. ബാബയുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് എന്തെല്ലാം ടെൻഷനായിരുന്നു, കുറെ ഭക്തിയിൽ അലഞ്ഞു, കുറെ ദൈവത്തെ തേടി അലഞ്ഞു, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, ഒരു കാര്യത്തെ എങ്ങനെ നേരിടണമെന്ന് അറിയില്ലായിരുന്നു, തോന്നിയമാരുള്ള ആഹാര രീതികൾ, തോന്നിയമാരുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെ, എന്തെല്ലാം കുത്തഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പൊ ബാബ കുത്തൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കും. ബാബ പറഞ്ഞു കുറെ കൂടി ക്ലീൻ ആൻഡ് നമ്പർ 1 ആണ്. അപ്പൊ ബാബ പറഞ്ഞു ആദ്യം ഒന്ന് ചിന്തിക്കും, ജ്ഞാനം കിട്ടിയപ്പോ നമുക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അവർ ഒന്നും കിട്ടിയിട്ട് പോകും. ഞാൻ പുറത്താണുള്ളതെങ്കിൽ അങ്ങോട്ട് പോകും, അതായിരിക്കും നല്ലത്. ഇതിനകത്തിരുന്നെങ്കിലും തിക്കുമുട്ടേണ്ട കാര്യം.
അപ്പൊ നമ്മളത് ഉറപ്പിക്കണം. എനിക്ക് ഈശ്വരൻ ആരാണ്? കൃഷ്ണനാണോ രാമനാണോ? ക്രിസ്ത്യാനികൾ പറയുന്നതാണ്, മുസ്ലിങ്ങൾ പറയുന്നതാണ്. അപ്പൊ പറഞ്ഞു എല്ലാം ഒന്ന് മനസ്സിലായി. ഇപ്പൊ ആരാണ് ദൈവം എന്ന് മനസ്സിലായി. സനാതന ധർമ്മം എന്താന്ന് മനസ്സിലായി. അപ്പൊ ബാബറുടെ ജീവിതം എന്താന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, അത് പരിഹരിക്കാൻ ഞാനിവിടെ ഉണ്ടല്ലോ. അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ബാബ പറഞ്ഞു ഇനി ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? സദാ ബാബ പറയാണ് സന്തുഷ്ടമായിട്ട് ടാർഗറ്റ് വെക്കണം. എന്ത് വന്നാലും, പനി, കൊറോണ, ഇതൊക്കെ വരട്ടെ, വേറെ എന്ത് വന്നാലും ശരി, ഞാൻ ഈ ദിവസങ്ങൾ കളയും. ഞാൻ സുഖമായിട്ട് ഞാൻ ഭാവി പോകും. ഇത്തിരി ആഹാരം കഴിച്ച് വല്ലയിടത്തും സ്വസ്ഥമായിട്ട് എങ്ങും പോകും. അവർ അത് സുഖമായില്ല. എന്ത് വന്നാലും സാമ്പത്തിക പ്രശ്നം അവർ തന്നെ കൽപ്പകൽപ്പങ്ങൾ മാറ്റിയിട്ടുണ്ട്. എന്ത് സാമ്പത്തിക പ്രശ്നം? 2 കോടി കടമുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരാള് കടം 1.25 കോടി കടം. എന്ത് 1.25 കോടി പ്രപഞ്ചത്തിൽ വല്ലതും? ഒന്നുമല്ല. നമ്മുടെ ബഡ്ജറ്റ് തന്നെ എത്ര ലക്ഷം കോടി ഉണ്ട്. ആ ബാബ ഇതൊക്കെ എനിക്ക് നിസ്സാരം, അങ്ങനെ എനിക്ക് തന്നാൽ മതി, ബാക്കിയാന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം നമ്മൾ അങ്ങ് ബാബയ്ക്ക് വിട്ടുകൊടുത്തേ. വീട്ടിൽ പ്രശ്നം, എന്ത് പ്രശ്നം? നാട്ടിലുള്ള പ്രശ്നം അവരുടെയും വീട്ടിലൊന്നും ഉണ്ടാകും, എല്ലാം അങ്ങ് വിട്ടുകൊടുത്തേ. അപ്പൊ ബാബ പറയാണ് ബാബയുടെ കുട്ടികൾ സദാ സന്തോഷമായി, സദാ വാഹിക്ക് ഗീതക്കാർ. എപ്പോഴും ബാബ പറഞ്ഞു ആഹാ പാട്ടൊക്കെ പാടി. ഇത് ആരാ പറയുന്നത്? ദൈവമല്ലേ പറയുന്നത്. പിന്നെ പാടി ഹായ് ഗീത സമാപ്ത കവി ദുഃഖിക്ക് ലഹറായി. ഇപ്പോഴും ബാബ പറഞ്ഞു അയ്യോ എന്നുള്ള പാട്ട് പാടാം. ജീവിതത്തിൽ ദുഃഖത്തിന്റെ അലകൾ വരാറുണ്ട്. ദുഃഖിക്ക് സംസാരസേ ന്യാരെ ഹോകെ और बाबा के प्यारे हो गए इसलिए दुख की लहर स्पर्श नहीं कर सकते. ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്ന് നമ്മൾ മാറി ഈശ്വരൻ നമ്മളോട് ഇത് ഞാൻ തീ കൊടുക്കാൻ പോവാണ്, ആണ്ടവദഹനം നടത്താൻ പോകാം. ഇതിൽ നിന്ന് മാറാത്തതുകൊണ്ടാണ് ഈ ദുഃഖസ്പർശം ഉണ്ടാവുന്നത്. അതിൽ നിന്ന് മാറി ബാബയ്ക്ക് പ്രിയപ്പെട്ടവരായി മാറി, ഈശ്വരന് പ്രിയപ്പെട്ടവരായി മാറി. ഇനി ബാബയ്ക്കാണ് ദുഃഖത്തിന്റെ അലകൾ സ്പർശിക്കാൻ പോകുന്നത്. ചാഹെ സേവാ അർദ്ധ രഹത്തെ ബിഹോലേക്കും കമൽ സമാൻ. പിന്നെ സേവനമുണ്ട്, നമുക്ക് വീട്ടിലെ പല കാര്യങ്ങൾ നോക്കട്ടെ. പിന്നെ സേവാ കേന്ദ്രത്തിലെ കാര്യങ്ങളില്ലേ? ബാബ പറയണു അത് വേറിട്ടവരായിട്ട് ചെയ്യണം, അനാസക്ത ഭാവത്തിൽ ചെയ്യണം. കമല പുഷ്പ കിച്ചട് സേ നികൽ നഹീ ജാതാ, കിച്ചട് മേ ഹോത്ത പാനി മേ ഹോത്ത ലേക്കിൻ ന്യാര ഹോത്ത. താമര പുഷ്പം ബാബ പറഞ്ഞ വെള്ളത്തിൽ നിന്ന് മാറാറുണ്ട്, അഴുക്കിൽ നിന്ന് മാറാറുണ്ടോ? വെള്ളത്തിൽ നിന്ന്, അഴുക്കിൽ നിന്ന്, ലൗകികത്തിൽ നിന്ന് മാറണ്ട. അവിടെ നിന്നുകൊണ്ട് ബാബ പറയാണ് താമര പുഷ്പ സമാനം വേറിട്ട് ബാബയ്ക്ക് സൂര്യൻ നോക്കിയിരിക്കുള്ളൂ താമര, അല്ലെ? അപ്പൊ ബാബ പറയണു പിന്നെ ഒരു പ്രശ്നവുമില്ല. സോ ഐസേ ഞാരെ ബനേഹോ. എല്ലാത്തിന്റെ ആധാരം എന്താണ്? എന്റെ വന്നു അവിടെ എല്ലാം പ്രശ്നം. ഉദാഹരണം അവിടെ ബിസിനസ്, ബാബയുടെ ബിസിനസ്, ഞാനൊരു പാർട്ട്ണറാണ്, അല്ലെ? ബാബയ്ക്ക് വേണ്ടി ഞാൻ ബാബ പറയുന്നതനുസരിച്ച് ഞാൻ ചെയ്യാം. ലാഭമൊക്കെ നമ്മളെടുത്തോ? ബാബ തരാൻ പറഞ്ഞു ഇല്ല. ബാബ പറഞ്ഞു ബിസിനസ് എന്റെ അല്ലേ, ഈ ലോകം മുഴുവൻ ബാബയുടെ. അപ്പൊ നമ്മുടെ വീടും നമ്മുടെ ബിസിനസ്, നമ്മുടെ പിള്ളേരും, നമ്മുടെ പേരക്കുട്ടികളും, നമ്മളും, നമ്മുടെ ദേഹക്കാരും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗം. അത് വേറിട്ട് ചിന്തിക്കുമ്പോൾ കുഴപ്പമുണ്ടാവും. ബാബ പറയണം എല്ലാത്തിൽ നിന്നും വേറിട്ടതിന്റെ അടയാളം എന്താണ്? ജിത്തന ന്യാരെ ഉത്തന ബാബയ്ക്ക് പ്യാരെ. എത്രമാത്രം നമ്മൾ ഇവിടുന്ന് വേറിട്ടു അത്രയും നമ്മൾ ഭഗവാനെ പ്രിയപ്പെട്ടു. സ്വതഹി ബാബക്ക പ്യാർ അനുഭവം ഹോഗ और यह പരമാത്മ പ്യാർ ഛത്രഛായ ബന്ധു. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈശ്വരനുണ്ട്, ഈശ്വര സ്നേഹമുണ്ട്. ബാബ പറഞ്ഞു അത് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കുറവ്. ജിസ്കെ ഊപ്പർ ഛത്രഛായ ഹോത്തി വഹ് കിതന സേവ. ബാബ പറയണു വെയിലത്തൊരു കുട പിടിച്ചവൻ സുരക്ഷിതനാണ്. ഒരു കുടയുണ്ട്. അപ്പൊ ബാബ പറഞ്ഞത് ഈ കലിയുഗത്തിന്റെ ചൂടിൽ പരമാത്മാവിന്റെ കുടയാണ്. ബാബ പറഞ്ഞു നിങ്ങൾ സേഫാ. ജിസ്കെ ഊപ്പർ പരമാത്മ ഛത്രഛായ ഹി ഉസ്കോ കോയി ക്യാ കർ സക്ത. ഇതൊക്കെയാണ് വെല്ലുവിളി എന്ന് പറയും. അതിനൊക്കെ തന്റെ ഇടമെന്ന് പറയുന്നത്. ആരുടെ മുകളിലാണോ പരമാത്മാവിന്റെ കൊടക്കീഴ് അവരെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എപ്പോഴാ വിചാരണം എന്റെ കൂടെ ഈശ്വരൻ, അല്ലെ? എപ്പോഴും വിചാരിക്കണം. അത്ര നമ്മൾ 100% സ്മൃതി സ്വരൂപരമായിട്ടില്ല. 100% സ്മൃതി സ്വരൂപത്തിന് മുരളിയുടെ ഒന്നും ആവശ്യമില്ല. അത്രയും നമ്മൾ ആയിട്ടില്ല. പക്ഷെ ബാബ പറഞ്ഞ ഞാൻ ഉണ്ടെന്നൊരു വിശ്വാസം, അത്രയെങ്കിലും ആയോ മതി. അതങ്ങ് ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിച്ച് അങ്ങ് കുടിക്കും. ഓ ഭഗവാനൊന്നുമില്ല, ഭഗവാനുണ്ട്, അറിയില്ല, ഒരു ഭാവിയില്ല, നമുക്ക് പ്രശ്നം വന്ന പാമ്പുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഒരു ഭാവി ഉണ്ടാവില്ല. ബാബ എന്റെ കൂടെ ഉണ്ട്. ബാബ പറയണു ഈ കൊടക്കീഴിന് മുമ്പിൽ ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇസ്ലിയെ ഫക്കൂർമേ രഹോഗി ഹം പരമാത്മ ഛത്രഛായ്മേ രഹരിമാ. അതുകൊണ്ട് ബാബ പറഞ്ഞു നല്ല ഉത്സാഹത്തിൽ ഞാൻ പരമാത്മാവിന്റെ കൊടക്കീഴില്ല എന്നങ്ങ് നല്ല ഉത്സാഹത്തിൽ വിചാരിച്ചു. അഭിമാൻ നഹി, അഹങ്കാരം പാടില്ല. ചിലരുണ്ട് വീട്ടിലൊക്കെ ധാരാളമാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ അവരുടെ സഹോദരനെ നോക്കാം, എന്നാലും അങ്ങനെ വായിലിരിക്കുന്ന മുഴുവൻ. അപ്പൊ ഒരു പരിധിവരെ കാരണം എന്താണെന്ന് അറിയാമോ? ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ട എന്ന് പറയരുത്. ജ്ഞാനമേ നമ്മൾ കൊടുക്കാം.
പരമാത്മാവിനെ കൊടുക്കണം. പക്ഷെ നമ്മൾ ആദ്യമേ തന്നെ അവർക്കത് മനസ്സിലായില്ല, ഈ പരമാത്മാവ് എന്താണ്, സമയം എന്താണ് നമുക്ക് പിടികിട്ടിയിട്ടില്ല. അപ്പൊ അവരോട് നമ്മൾ അമ്പലം ആവശ്യമില്ല, വിളക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ എന്ത് കാര്യമാണ്, ഇതൊക്കെ നിങ്ങളുടെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ അവരെ എതിർക്കാൻ പോയാൽ അവരെ എതിർക്കും. അപ്പൊ അസ്വാരസ്യം ഉണ്ടാവും. അപ്പൊ അവർക്ക് വെറുതെ വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ എന്താ അഹങ്കാരത്തോട് എന്റെ കൂടെ ഭഗവാനുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു അഹങ്കാരം പറയരുത്, എന്റെ കൂടെ ദൈവമുണ്ട്, എനിക്ക് SP ആയിട്ട് നല്ല പരിചയമുണ്ട്, അതുപോലെ ബാബർ എന്നെ അതുപോലെ കൂട്ടിപ്പിടിച്ചേക്കും. അപ്പൊ പരമാത്മാവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരം പാടില്ല. പക്ഷെ ബാബ പറഞ്ഞു റുഹാനി ആത്മീയ അഭിമാനം ഉണ്ടാകും. ബോഡി കോൺഷ്യസ് വാങ്ങിയത്തോ അഭിമാനമായേക്കാം. പക്ഷെ നമ്മൾ ദേഹാഭിമാനത്തിൽ ചിലപ്പോൾ അഹങ്കാരത്തിൽ പറയും എന്റെ കൂടെ ഭഗവാനുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അങ്ങനെ പറയരുത്, അഹങ്കാരം കാണിക്കരുത്. ആത്മ അഭിമാനി ഹോങ്കിയത്തോ അഭിമാനായി. ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ്, അല്ലെ? ബാബ നമുക്ക് തന്നിരിക്കുന്നതാണ്, ഇത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്താണ് വിനയത്തോടുകൂടി ഈ മനസ്സിൽ പറഞ്ഞാൽ ഈശ്വരൻ എന്റെ കൂടെ, നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും കാണിക്കും, എനിക്കൊന്നും ബാധിക്കത്തില്ല. ആ ഒരു ലഹരി ഉത്സാഹം നമുക്കുണ്ടായിരിക്കും. ലേക്കിൻ റുഹാനി ഫക്കൂർ ഹോഗ और जब हम फक्കൂർ होता वहां विघ्न नहीं हो सकता. കാരണം അഹങ്കാരം പാടില്ല, പക്ഷെ ഉത്സാഹം ഉണ്ടായിരിക്കണം. എവിടെ ഈ ഉത്സാഹമുണ്ടോ കാരണം അവിടെ ഒരു വിഘ്നവും നിൽക്കുന്നില്ല. എന്ത് വിഘ്നം? അർജുനൻ പറയും ഭീഷ്മരിന്ദ്രനോട് അപ്പുറത്ത്, അവർ ഞാനിപ്പുറത്തില്ല. അതായിരിക്കും നമ്മുടെ വിചാരം. ഭീഷ്മരെന്ന് വെച്ചാൽ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ്. അത് ഏതും വരുമെന്നേ. അപ്പൊ പറയും നമ്മൾ ഉണ്ടാക്കിയ കർമ്മം, അവർ നീ ഉണ്ടാക്കിയ കർമ്മം നീ പറഞ്ഞിട്ട് ഉണ്ടാക്കിയത് കർമ്മം എന്തായാലും കഴിഞ്ഞു പോയി, അത് തീർക്കണോ നീ, അതിനല്ലേ ഞാൻ വന്നിരിക്കും. അനേക ജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ധാരാളം അപരാധങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നമ്മുടെ ദുഃഖം. അത് നമുക്കറിയാം, ബാബയ്ക്കും അറിയാം. അവർ അത് പരിഹരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് പറഞ്ഞ് കരയേണ്ട കാര്യം, അയ്യോ ഞാൻ ജന്മത്തിൽ ചെയ്തു പോയതല്ലേ. അവർ അതൊക്കെ എന്തിനാ ഇപ്പൊ ചിന്തിക്കുന്നത്, അത് കഴിഞ്ഞു പോയല്ലേ, അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ ശ്രദ്ധിക്കുക, അല്ലെ? അപ്പൊ എന്ത് വിചാരിക്കണം, ഈശ്വരൻ എന്റെ കൂടെയുണ്ട്, ഈ കർമ്മക്കുരുക്ക് ഈ പത്മവ്യൂഹങ്ങളൊക്കെ ഞാൻ ഭേദിച്ച് അപ്പുറത്തേക്ക് കടക്കും. ബാബ പറയണു ഒരു വിഘ്നം ഉണ്ടാകും. യാതോ ഫിക്കയ ഫക്കൂർ, ഒന്നില്ലെങ്കിൽ ചിന്ത, അല്ലെങ്കിൽ ചിന്തയില്ലാത്ത ഉത്സാഹം. ദോനവും സാധ്യ നഹി ഹോത്തെ, രണ്ടുകൂടി ഒരുമിച്ച് പോകത്തില്ല. ദാൽ റൊട്ടി അച്ഛത്തെ അച്ഛി ദേനെ കെ ലിയെ ബാബ്ദാദ ബന്ദ. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ചിലപ്പോൾ ചിന്ത വരും, അല്ലെ? ആഹാരം എവിടെ നിന്ന്? 80 ലക്ഷം പേര് ഒരു വർഷം നമ്മുടെ ഭൂമിയാവുന്ന കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തു. കേൾക്കുന്നുണ്ടോ ലൈല സിസ്റ്റർ? ലൈല സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? ലൈല സിസ്റ്റർ ഉറങ്ങാണ്, അതാണ് വൈകുന്നത്. നേരത്തെ കിടന്ന് ഉറങ്ങണ്ടെന്ന് വെച്ചിട്ടാണ് വൈകുന്നത്. 80 ലക്ഷം പേരെ ഭൂമിയാവുന്ന കുടുംബത്തിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നതിന്റെ അർത്ഥം എങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പിടികിട്ടുന്നുണ്ടാവും. അപ്പൊ അതിന്റെ വൈബ്രേഷൻ ലോകത്തേക്ക് പരക്കും. അപ്പൊ നമുക്ക് തോന്നുന്ന ആത്മഹത്യ ചെയ്ത്, അപ്പൊ നമുക്ക് മനസ്സിലായി ആത്മാവിനെ ഹത്യാൻ പറ്റില്ല. അതൊക്കെ ചിലപ്പോൾ വിസ്മൃതി പോകുന്നേ, ചിലപ്പോൾ നമ്മൾ പോയി ചാവാന്ന് വിചാരിച്ചു. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം. ദാൽ റൊട്ടി, നമുക്ക് കഞ്ഞിയാണല്ലോ, കഞ്ഞിയും തോരൻ തരാം. അതായത് നമുക്ക് ആ പട്ടിണി കിടക്കില്ല എന്ന് ബാബ ഉറപ്പ് പറയണം. എന്ത് വന്നാലും ബാബ പറയാണ് ബാബയുടെ കുട്ടി പട്ടിണി കിടക്കില്ല. അപ്പൊ വീട്ടിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. ഭർത്താവ് പറയും മേലെ ഒരു വീട്ടിൽ ഇനി ഇങ്ങോട്ട് കയറിയേക്കരുത്, നീ ഇങ്ങോട്ട് കയറണ്ട. മക്കളും വന്നേക്കണം, അമ്മ ഇങ്ങോട്ട് കയറണം. അപ്പൊ എന്ത് ചെയ്യും? എവിടെ പോകും? ബാബ പറഞ്ഞ ഞാൻ ഏറ്റവും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അഹങ്കാരം കാണിക്കരുത്. എന്റെ കൂടെ ദൈവം നിങ്ങളൊന്നും എനിക്ക് മണ്ണാൻ കട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ബാബ പറയും ഞാൻ നോക്കും, പക്ഷെ അത് ശരിയായ രീതിയിൽ, പക്ഷെ ഉള്ളിൽ ഉത്സാഹം ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കണ്ടെന്ന് ബാബ ഉറപ്പ് പറയാണ്. ബാബ പറയാണ് ഈ ലൈല സിസ്റ്റർ ചിന്തയില്ലേ, നീ സെന്ററിൽ നിന്ന് തന്നെ പുറത്താക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? കണ്ടോ ലൈല സിസ്റ്റർ? ലൈല സിസ്റ്റർ കേൾക്കുന്നു പോലും, അത് ഉറപ്പ്. അത് നല്ലൊരു ചിന്തയില്ലാത്ത അവസ്ഥയാണ്. ബാബ പറയാണ്, ഈ മുരളി ശരിക്കും കേൾക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ബാബ പറയാണ് കുട്ടികളെ ഞാൻ നിങ്ങൾക്ക് ആഹാരം തരാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. റോസ് 36 प्रकार के भोजन नहीं देगी, लेकिन दाल रोटी प्यार की जरूर. 36 വിഭവം ആഹാരം തരാന്ന് ഞാൻ പറയും, പക്ഷെ ദാൽ റൊട്ടി എന്ന് അത് മനസ്സിലാക്കണം. റൊട്ടി പരിപ്പ് എന്ന് പറഞ്ഞാൽ മിനിമം ആഹാരം നമുക്ക് കഞ്ഞി ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം. ബാബ പറയണു അത് തീർച്ചയായിട്ടും കിട്ടുന്ന കാര്യം ഉറപ്പാണ്. ബാബയല്ലേ, ബാബ കൂടുതൽ തരുന്നത് 2-3 കറിയൊക്കെ തരും, ഒരു കുഴപ്പമില്ല. നിശ്ചിത ഇസ്കോ കൊയ് ഡാൽ നഹി സക്താ. ബാബ അത് ഉറപ്പുള്ള ഒരു കാര്യം, ആർക്കും തടുക്കാൻ പറ്റില്ല. വിനാശത്തിൽ ആഹാരം കിട്ടത്തില്ല. ബാബ നിങ്ങൾ പേടിക്കാതെ, നിങ്ങൾക്ക് ആഹാരം ഞാൻ എത്തിച്ചു തരും, അല്ലെ? അപ്പോഴും നമുക്ക് എന്താണ് ബാബ ആഹാരം നശിപ്പിക്കാതിരിക്കും. ഇനി എന്ത് കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? ദുനിയാമേ ഫിക്ർ രഹത്താ ഹം ഭി ഗായും പീച്ചെ വാലെ ഭി ഗായ്. ലോകത്തിലെ ആൾക്കാർക്ക് ചിന്തയുണ്ട്, നമുക്കും ജീവിക്കണം, നമ്മുടെ പിറകെ വരുന്ന പിള്ളേരും പേരക്കുട്ടികളുണ്ടല്ലോ, അവരും ആഹാരം കഴിച്ച് ജീവിക്കണം. तो आप भी भूखे नहीं रहेंगे, आप पीछे वाले भी भूखे रहेंगे.
ബാബ പറയണു നിങ്ങളും വിശന്നിരിക്കില്ല, നിങ്ങളുടെ കുടുംബക്കാരും വിശന്നിരിക്കില്ല. ബാബയുടെ കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ ബാബ പറയും ആ വീടിന്റെ ഉത്തരവാദിത്വം. നമുക്ക് ഈ കാര്യങ്ങൾ അറിയാൻ പാടില്ല വെച്ചാൽ ഇതൊക്കെ പ്രപഞ്ചത്തിലെ ഭക്തിയിൽ പോലും ആ നിയമങ്ങളാണ്. ഒരാൾ ബ്രഹ്മചര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ അവർ 7 തലമുറ ദൈവം നോക്കുന്ന പറയും. ഒരാൾ സന്യാസിയായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു അമ്മയും അച്ഛനും മോനെ കൊടുക്കട്ടെ. അവർ വിചാരിക്കുന്ന ഈ കുട്ടികൾ വളർന്നിട്ട് വേണ്ടി നമ്മൾ നോക്കാൻ. അപ്പൊ ഭക്തിമാർഗത്തെ പോലും പറയുന്നത് എന്താണ്? ഒരുത്തിന് അങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവർ 7 തലമുറയെ ദൈവം നോക്കിക്കൊടുക്കും. അപ്പൊ ബാബർ പേര് ജ്ഞാനമാർഗത്തിൽ ഞാൻ നോക്കും. ബാബയുടെ കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ബാബ പറയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യവും ഞാൻ നോക്കും. ബാക്കി ചാഹി ഇനി എന്താ വേണ്ടത്? ഡൺലപ്പിക്കെ തക്കിയ ചാഹി. ബാബ ഡൺലപ്പിന്റെ ഈ കിടക്കൻ തലയാണ് എന്താണ്? अगर डनलप के तकिए व बिस्तर में पिक की नींद हो, नींद नहीं, नींद तो नींद आएगी. ബാബ പറയാണ് കുട്ടികളെ ഡൺലപ്പിന്റെ കിടക്കുക, ഡൺലപ്പിന്റെ തലയണയും കിട്ടും. പക്ഷെ നിങ്ങൾ ഈ ചിന്തയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറക്കം വരും. ബേഫിക്ക് ഹോങ്കിത്തോ ധർണി പർ ബി സോയെങ്കിത്തോ നീന്ത് ആയി. ചിന്തയില്ലാത്തവരാണെങ്കിൽ അവർ മണ്ടി കിടന്നാലോ ഉറക്കം. അതുകൊണ്ട് ആദ്യം എന്താ വേണ്ടത്? ഈശ്വരൻ എന്റെ കൂടെ. ബ്രഹ്മകുമാരിസ് നമ്മൾ വരുമ്പോൾ ആദ്യം എഴുതി കൊടുക്കുന്നതിൽ മനസ്സിൽ പറയുന്നൊരു കാര്യമുണ്ട്. എവിടെ നീ കിടക്കും അവിടെ ഞാൻ കിടക്കും. എന്ത് നീ തരും അത് ഞാൻ കഴിയും. എന്ത് നീ തരും അത് ഞാൻ ഉടുക്കും. ബാബർ അതിനാണ് ബാബർ നിങ്ങൾ ഇച്ഛ വയ്ക്കരുത്, ഞാൻ തരുന്ന കഴിച്ചാൽ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ബാബ തന്നോളൂ. പ്രത്യേകിച്ച് ഇച്ഛ വയ്ക്കരുത്, പേടിക്കരുത്. ഭാവി എന്താ? ഭയം ലോകത്തിനെ ബാധിച്ചിരിക്കും. ഭാവിയെ കുറിച്ച് ബാബ പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ടാന്ന്. ബാബ പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര ഡൺലപ്പ് കിടക്കൊന്നും വേണ്ടല്ലോ. ബാബ ഡൺലപ്പ് കിടക്കി ചിന്തിച്ചുകൊണ്ട് കിടക്കാൻ ഉറക്കം വരുമോ? ബാബ പറയണു ചിന്തയില്ലാത്തവർക്ക് വണ്ടി കിടന്നാൽ ഉറക്കം വരും. ബാഹുക്കോ അപ്പന തക്കിയ ബനാദത്തൊക്കെ നീന്താജായി. ബാബ ഈ കൈ തലേനാക്കി വയ്ക്കും, നല്ല ഉറക്കം വരും. ജഹാം പ്യാർ ഹി വഹം സൂചി റൊട്ടി പി 36 പ്രകാർ കാ ഭോജൻ ലഗേഗി ഇസ്ലിയെ ബേഫിക്ക് ബാദിഷാവും. എവിടെ സ്നേഹമുണ്ടോ അവിടെ ഉണക്ക റൊട്ടി 36 വിഭാഗം ആഹാരത്തിന് തുല്യമായ ആഹാരം. അതുകൊണ്ട് ചിന്തയില്ലാത്തവരായി യഹ് ബേഫിക്ക് രഹനേക്ക് ബാദശാഹി സബ് ബാദശാഹിയും സെ ശ്രേഷ്ഠ. ഈ ചിന്തയില്ലാത്ത ചക്രവർത്തി അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരം ഏത് ചക്രവർത്തിയെക്കാളും വളരെ ശ്രേഷ്ഠമാണ്. अगर ताज पहनकर तख्त पर बैठ गए और बिक करते रहे तो तख्त हुआ या चिदा हुई. ബാബ പറയാണ് കിരീടം ധരിച്ച് ഒരു സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര ഉത്കണ്ഠകളും ചിന്തകളും ആണെങ്കിൽ അത് ചിതയാണ്, സിംഹാസനം. तो भाग्य विदाता ഭഗവാൻ ने आपके मस्तक पर ശ്രേഷ്ഠ ഭാഗ്യക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ബാബയെ കിട്ടിയപ്പോൾ ഭാഗ്യവിദാതാവായ ബാബ്ദാദ നമ്മുടെ എല്ലാം ശിരസിൽ ഭാഗ്യത്തിന്റെ രേഖ വരച്ചു കഴിഞ്ഞു. ബേഹ്യക്ക് ബാദിഷാഹുകയോ നമ്മൾ ഇനി ചിന്തയില്ലാത്ത ചക്രവർത്തികളാണ്. വഹ് തൊപ്പിയ കുർസിവാലെ ബാധിച്ചായി. അവർ തൊപ്പിയും കസേരയുള്ള സാമ്രാട്ടല്ല. ബേഫിക്ക് ബാദിഷ ചിന്തയില്ലാത്ത സാമ്രാട്ട്. വൈഫിക്ക് ബാബ വീണ്ടും ചോദിക്കുകയാണ് ഈശ്വരന്റെ കുട്ടികൾക്ക് ചിന്തയുണ്ടോ? ചിന്തയുണ്ടോ? ഇന്ദിരാമയ്ക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഷുഗർ കൂടുവോ കുറവ്? ചിന്തയുണ്ട്? കിടന്നു പോയാൽ എല്ലാവരും നോക്കുന്ന ഉറപ്പുണ്ടോ? ലൈലാശേഷം 100 കൂട്ടം ചിന്ത. എന്റെ പൊന്നപ്പുറക്ക് വിടും, അല്ലെ പൊന്നപ്പുറക്ക് ഉണ്ടോ? ലൈലാശേഷം ചിന്തയുണ്ട്? ഒരു ചിന്തയില്ല. അപ്പൊ ബാബ പറയാണ് ഞാൻ ഉറപ്പ് പറയാണ്, കിടപ്പാടവും കിടക്കുന്നതും ആഹാരം ഞാൻ ഉറപ്പ് പറയാണ്. और ഇനി എന്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ആപ്കാ കല്യാൺ ഹോഗയാ തോ ഉൻ ലോഗോं കാ ജരൂർ. ഈ പേരക്കുട്ടികളെ കുറിച്ച് ചിന്തയുണ്ട്. ബാബ പറഞ്ഞ കുട്ടികളെ നിങ്ങളുടെ മംഗളം നടന്നാൽ പേരക്കുട്ടികളുടെ മംഗളവും നടക്കും. तो सदा अपने मस्तक पर ശ്രേഷ്ഠ ഭാഗ്യക്ക് ലക്കീർ देखते रहो. അതുകൊണ്ട് സദാ നമ്മുടെ മസ്തകത്തിൽ ശ്രേഷ്ഠ ഭാഗ്യരേഖ നോക്കിക്കൊണ്ടിരിക്കൂ. വാഹ് മേരാ ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം. ആഹാ എന്റെ ശ്രേഷ്ഠ ഈശ്വരീയ ഭാഗ്യം എന്ന പാട്ട് പാടൂ. ധൻ ദൗലത്ത് കാ ഭാഗ്യരഹിത് ഈശ്വരീയ ഭാഗ്യം. जैसे परछाई होते वक्त आप ही पीछे पीछे आते ही या आप आते हो पीछे. ബാബ പറഞ്ഞു നിഴൽ പിറകെ വരാൻ പറയും, അത് താനേ പിറകെ വരില്ലേ. तो यह सब परछाई है लेकिन भाग्य है ഈശ്വരീയ ഭാഗ്യം. അതുകൊണ്ട് ബാബ പറയണു ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ബാബയുടെ കുട്ടിയായതിനെ പറ്റി നിഷേധിക്കപ്പെടില്ല. അങ്ങനൊരു പേടി വേണ്ട. ധാരാളം പേർക്ക് ഭയമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ വീടും കൂടൊക്കെ വിട്ട് ഇറങ്ങി പോകുകയാണെങ്കിൽ ആരുണ്ടാവും? ഈ വീട്ടിൽ കിടക്കുന്നവർക്ക് ആരെങ്കിലും? ആരുമില്ല. അത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ ആരുണ്ടാവും? ബാബ പറയുന്നു എന്റെ കൂടെ വരാൻ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. നിഴല് പിറകെ വരുന്നത് പോലെ ആവശ്യമായ എല്ലാ സാധനവും പിറകെ വന്നു. तो यह सब परछाई है लेकिन भाग्य है ഈശ്വരീയ ഭാഗ്യം. അതുകൊണ്ട് ബാബ പറയാണ് ഇതെല്ലാം ഈശ്വരീയ ഭാഗ്യമാണ്. നിഴല് പോലെ വരും.
സദാ സന്തോഷമായിട്ട്